സെയിൽസ് എന്ന് പറഞ്ഞ ആളുകളെ വിചാരം ആളെ പറ്റിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഐഡിയകൾക്ക് ഒരു ക്ഷാമം. ചന്ദ്രനിൽ ചായക്കട തുടങ്ങിയെന്ന് പണ്ട് പറയുന്നെങ്കിലും ഇപ്പോഴും ചായക്കട തുടങ്ങാനുള്ള പുതിയ ഐഡിയകൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്. നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ഞാൻ സുബിലാൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യാം, എങ്ങനെ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. അദ്ദേഹം നമ്മുടെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ശ്രീജിത്ത് KC എന്നാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെ മാത്രം കൺസൾട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഹൗ ടു ഗ്രോ ആൻ എഡ്യൂക്കേഷൻ ബിസിനസ്. ശ്രീജിത്ത് സർ, നമസ്കാരം. വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. താങ്ക് യു. സോ താങ്കളുടെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എവിടെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ആക്ച്വലി എൻ്റെ മാസ്റ്റേഴ്സ് MBA കംപ്ലീറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടുന്ന് ഞാൻ ഹാവൽസ് ഇലക്ട്രിക്കൽസിലാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടായിരുന്നു എൻ്റെ തുടക്കം. അതായത് ഒരു ദിവസം തന്നെ ഏകദേശം 100-120 കിലോമീറ്റർ ഓടുന്ന സാധാരണ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ബൈക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അതിലൂടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഗുണമുണ്ടായി. ഒന്ന്, ബാംഗ്ലൂർ സിറ്റി എനിക്ക് പരിചയപ്പെടാൻ പറ്റി. വ്യത്യസ്തമായ ലാംഗ്വേജുകൾ, എനിക്ക് വ്യത്യസ്തമായ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. രണ്ടാമത്തത് കോർപ്പറേറ്റിലേക്ക്, അന്ന് ഹാവൽസ് വളർന്നു വരുന്നൊരു സമയമാണ്. അപ്പോൾ കോർപ്പറേറ്റുകളിലെ ഒരു സ്ട്രാറ്റജീസും അതുപോലെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ഏത് പ്രായത്തിലാണ് നടക്കുന്നത്? നമുക്ക് 22-23 വയസ്സ് MBA ബാംഗ്ലൂരിലായിരുന്നു. അവിടെ ഏകദേശം ഒരു 8 മാസം 9 മാസത്തോളം ഹാവൽസിലുണ്ടായിരുന്നു. അതിനുശേഷം ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. തുടങ്ങിയത് ICICI Prudential ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിലെ ഇൻഷുറൻസ് സെയിൽസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ കേരളത്തിൽ അത് വർക്കൗട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷെ അത് തീർത്തും ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു ഇവിടെ നടന്നത്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഡെഫിനറ്റ്ലി അത് റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ വന്നത് NIFE എന്ന് പറയുന്ന അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ ബ്രാൻഡായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി, ലിഫ്റ്റ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളെ പ്രൊമോട്ട് ചെയ്തിരുന്ന NIFE എന്ന് പറയുന്ന ബ്രാൻഡിലേക്കാണ്. എൻ്റെ നാട്ടിൽ തന്നെ പട്ടാമ്പിയിൽ, ഒറ്റപ്പാലത്തിനടുത്ത് പട്ടാമ്പിയിലാണ് എൻ്റെ ഫസ്റ്റ് ഒരു ബ്രാഞ്ച് മാനേജറായിട്ടായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ കൊച്ചിയിലേക്ക് റീച്ചായി, പ്രൊമോഷനൊക്കെ കൂടെ റീച്ചായി. അവിടുന്നാണ് ശരിക്കും ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കാലുവെക്കുന്നത്. ബേസിക്കലി അവിടുന്ന് ഏകദേശം ഇതുവരെ 18 വർഷത്തോളം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിലൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ബോംബെ, ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള പല കമ്പനികളും കേരളത്തിലേക്ക് അവരുടെ ഫ്രാഞ്ചൈസികളും അവരുടെ ഡയറക്റ്റ് ബ്രാഞ്ചുകളും ഇവിടെ കൊണ്ടുവരാൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ തന്നെ ഒരു കൺസൾട്ടിങ് ബ്രാൻഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് അത് ചെയ്യുന്നത്. മെയിൻലി എഡ്യൂക്കേഷൻ ബ്രാൻഡാണ്. 2020 കൊറോണയാണ് നമ്മുടെ സ്വാഭാവികമായിട്ടും കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക്, അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സിംഗിൾ ബ്രാൻഡുകളെ 6 മാസം കൊണ്ടോ 8 മാസം കൊണ്ടൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അവരെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മാറി 2020 കൊറോണയ്ക്ക് ശേഷം. 2020 എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞ 2020 ഡിസംബറിലാണ് നമ്മൾ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നത്. അതിനുശേഷം പല ബ്രാൻഡുകൾ എഡ്യൂക്കേഷനിൽ തന്നെ ഏകദേശം 22-23 ബ്രാൻഡുകൾ ഇപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ FMCG അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലുള്ള കമ്പനികളെയും നമ്മൾ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം സെയിൽസ്, എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. കോച്ചിങ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഡെയിലി ക്ലാസ്സുകൾ, ബിസിനസ്സുകാർക്കുള്ള സെയിൽസ് സ്റ്റാഫുകൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ചുരുക്കമായിട്ടുള്ള ചില കാര്യങ്ങൾ. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സുകാരനാവട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഈ ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങുന്ന ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരന് വേണ്ട കൃത്യമായ സപ്പോർട്ടുകൾ, എസ്പെഷ്യലി അവന് കിട്ടാത്ത സപ്പോർട്ടുകൾ ബേസിക്കലി മാർക്കറ്റിങ്ങും സെയിൽസുമായിരിക്കും. സെയിൽസ് എസ്പെഷ്യലി നമ്മൾ അതിൽ കൂടുതൽ കോൺസെപ്റ്റ് ചെയ്ത് അവർക്ക് അതിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിന് വരുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ, ഈവൻ ഒരു സെയിൽസ് പ്രോസസ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനമായിട്ടും ജോലിയിൽ വരുന്നത്. വീട്ടിലാരെങ്കിലും? വീട്ടിലിപ്പോൾ വൈഫ്, കുട്ടികൾ, അച്ഛനമ്മ ടീച്ചേഴ്സാണ്. സ്വാഭാവികമായിട്ടും ആയിരുന്നു. അപ്പോൾ പാരൻസ് ടീച്ചേഴ്സ് ആകുമ്പോൾ അവരുടെ മകനെ ടീച്ചറാക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ഒരുപാട് ടീച്ചർമാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം. എന്തുകൊണ്ടാണ് താങ്കൾ ഒരു ടീച്ചറാകാത്തത്?
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു സ്കൂളിൽ 35 വർഷമായിട്ട് സ്കൂളിൽ ടീച്ചറായിരുന്നു. അമ്മയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 20-29 വർഷത്തോളം അമ്മയും ഒരേ സ്കൂളിൽ ടീച്ചറായിരുന്നു. അവർ സ്കൂൾ ആദ്യം തൊട്ട് ജോയിൻ ചെയ്ത തൊട്ട് അവസാനം വരെ എനിക്ക് ഒരു ഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട്. ഒരു സ്കൂളിൽ 35 വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട ഒരു സ്ഥാപനത്തിൽ 2 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അന്ന് MBA കഴിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അതൊരു ഒരു ഡിവൈൻ പ്രൊഫഷൻ അല്ലേ? ഡിവൈനാണ്. ഞാൻ എപ്പോഴും പറയുന്ന, അച്ഛൻ ഒരു സ്കൂളിൽ 35 വർഷം പഠിപ്പിച്ചു. ഞാൻ പല സ്കൂളിൽ അല്ലെങ്കിൽ പല കോളേജുകളിലായിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 100-ൽ പരം കോളേജുകളിൽ ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ജില്ലയിലും നമ്മൾ പോയിട്ട് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ. ഇപ്പോഴും അധ്യാപനം തന്നെയാണ് ജോലി ബേസിക്കലി. പക്ഷേ അതെ, അതിന്റെ ഒരു കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നോളജ് അല്ല, നമ്മളൊരു സ്പെസിഫൈഡ് നോളജിലേക്ക് മാറിയത്. ഫിസിക്സും കെമിസ്ട്രിയും അല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ സെയിൽസ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് സെയിൽസിലേക്ക് ഒരു ഫോക്കസ് പോകാൻ കാരണം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാരെയും പോലെ എൻ്റെ വീട്ടുകാരും സെയിൽസ് ഇഷ്ടമല്ല, അത് പഠിക്കേണ്ട എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും സെയിൽസ് ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം? എൻ്റെ അച്ഛൻ പറഞ്ഞൊരു, ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ MBA പഠിക്കാൻ പോയ സമയത്ത് ഞാൻ മാർക്കറ്റിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ രാവിലെ ബാഗും തൂക്കി ഒരുപാട് പേര് വരാറുണ്ട്, ഇതിനു വേണ്ടി നീ MBA പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ പല കമ്പനികളിലും ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഈ ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനികൾ, അവർ ബാഗായിട്ട് കൊടുത്ത് ഇത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ഒരു സ്ട്രാറ്റജിയാണ് പല കമ്പനികളിൽ. അതൊരു തട്ടിപ്പാണോ? തട്ടിപ്പാണെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊരു സ്ട്രാറ്റജി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത് തട്ടിപ്പെന്ന് പറയാനൊന്നും പറ്റില്ല. അത് അവർ സെല്ല് ചെയ്യാനുള്ള ഒരു പോയിന്റ് അവർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു ഇമോഷണൽ ഘടകം, അത് പഠിക്കാൻ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാര് സ്വന്തം മക്കളെ കുറിച്ച് ആലോചിക്കും. ആ ആലോചിക്കുന്നത് ശരി, ഇത് വാങ്ങാമെന്നുള്ളൊരു സൈക്കോളജിക്കൽ മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇമോഷണാലിറ്റി അവർ ശരിക്കും ചൂഷണം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 10-200-300 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയാൽ, അങ്ങനെ 10 വീടുകളിൽ നിന്ന് വാങ്ങിയ 2000 രൂപയുടെ പ്രൊഡക്റ്റായി അതിന് നല്ല രീതിയിലുള്ള കമ്മീഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഇതേ കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും അറിയുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ തുണിക്കടകളിൽ സെയിൽസ് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവർ കാണുന്ന അങ്ങനത്തെ ആളുകൾ കടകളിൽ നിൽക്കുന്നത്. രണ്ടാമത്തത് അവർ ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് വരുന്ന ആളുകൾ. മൂന്നാമത്തത് ബേസിക്കലി ബസ്സിലും ട്രെയിനിലും ഒക്കെ സാധനങ്ങൾ വിൽക്കാൻ നിൽക്കുന്ന ആളുകൾ. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചോളം അന്നത്തെ സെയിൽസ് ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ വലിയ ബ്രാൻഡുകളെല്ലാം വളരുന്നത് സെയിൽസ് ആണ് എന്നുള്ളൊരു അവർക്ക് അറിയില്ല. ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലം, ഇപ്പൊ നിങ്ങൾ ഈ സിനിമയിൽ കാണുന്നത് പോലെ ഏറ്റവും ഗ്രാമപ്രദേശങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്തിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അവരതേ കണ്ടിട്ടുള്ളൂ. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക അച്ഛനമ്മമാരും സെയിൽസിന് അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് ഒരു പ്രൊഫഷനായിട്ട് അധികം ചെയ്യുന്നില്ല. സെയിൽസിൽ ആക്ച്വലി ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെയിൽസ്. അതെ, ഏറ്റവും മിടുക്കന്മാരായ ആളുകൾ വേണ്ടതാണ് സെയിൽസിൽ. അതെ, പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും മാർക്ക് കുറഞ്ഞ, വേറെ ഒരു ജോലിയും കിട്ടാത്ത, അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാതെ പോയവര്, അല്ലെങ്കിൽ ചില സൗകര്യങ്ങളുടെ പേരിൽ മാത്രം വരുന്നവരാണ് സെയിൽസിൽ സ്റ്റാഫുകൾ. ഇപ്പോൾ MBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏതാണ് സ്പെഷ്യലൈസേഷൻ? HR മാർക്കറ്റിംഗ് അല്ലെങ്കിൽ HR. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. ഏതാണ് സ്പെഷ്യലൈസേഷൻ? ഫിനാൻസ്, HR. ഇപ്പോൾ മാർക്കറ്റിംഗ് അവർക്ക് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആയിട്ടുണ്ട്, പക്ഷെ ഇവരാരും ഇത് പറയില്ല. കാരണം മാർക്കറ്റിംഗ് എന്തോ ഒരു തെറ്റാണെന്നുള്ളൊരു ബോധം ചെറുപ്പകാലം തൊട്ട് രക്ഷിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. HR-ലോ ഫിനാൻസിലോ ഇൻസെന്റീവ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ സെയിൽസിൽ കിട്ടുന്ന അത്ര ഇൻസെന്റീവ്സ് ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു കാര്യം പറയാം, പണം ഉണ്ടാക്കുന്നത് ആവശ്യമുള്ള ഒരാളായിരുന്നു. അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ സെയിൽസിലേക്ക് സ്റ്റിക്ക്. ഞാൻ ആദ്യകാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി, ഈ പറഞ്ഞ ഇൻഷുറൻസിലൊക്കെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് ചെയ്യാൻ. ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നത് ഒരു സർവീസ് ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റിന്, ഇപ്പം ഞാൻ പറയും എപ്പോഴും ബിസിനസ്സിൽ പണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. നമ്മളൊരു വിഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ട്. അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടിപ്പോകുന്നതും അവർക്ക് ജോലി കിട്ടുമ്പോൾ അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന സന്തോഷം. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ജോബ് ഫെയർ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഒരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്തിട്ട് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ പാലാരിവട്ടത്ത് ടൗണിൽ വെച്ചിട്ട് ആ പയ്യൻ എന്നെ കണ്ടപ്പോൾ, ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആ പയ്യൻ റോഡിൽ നമ്മുടെ കാലിൽ വന്ന് വീണു.
കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു അച്ഛനില്ലാത്ത കുട്ടിയായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ നമ്മുടെ പണമല്ല, അതിനപ്പുറത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് അതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് പിന്നീട് വീണ്ടും എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, പല സംരംഭകരും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത്. പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ബിസിനസ്. പക്ഷെ പൊതുവെ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നവർ കൺസൾട്ടൻസ് ആവാം, കോച്ചസ് ആയിരിക്കാം, ഇവരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഡോണ്ട് ഗോ ആഫ്റ്റർ മണി, ഗോ ആഫ്റ്റർ ദി പർപ്പസ് അല്ലെങ്കിൽ വിഷൻ. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിഷന്റെ പിന്നാലെ പോയ, പർപ്പസിന്റെ പിന്നാലെ പോയ പല സംരംഭകരും റവന്യൂ ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രം കൂട്ടിപ്പോയി വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പോ പർപ്പസ് എന്ന് പറയുന്നതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ റവന്യൂല് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ അതിനെ നമുക്കൊരു ചാരിറ്റി എന്ന് പറയേണ്ടി വരും. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് അത് റവന്യൂ ജനറേറ്റിംഗ് മോഡലാണോ ഒന്നുകൂടി എന്നുള്ളത് കൺഫേം ചെയ്യണം. അവിടെയാണ് കോച്ചസ്മാരുടെയും ഈ പറഞ്ഞ സെയിൽസ് കൺസൾട്ടൻസിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. പലരുടെയും പർപ്പസ് എന്ന് പറയുന്നത് അവന്റെ പാഷനോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. ഓക്കെ, അത് റവന്യൂ ജനറേറ്റിംഗ് മോഡൽ കൂടിയാണോ? അപ്പോൾ ഈ പാഷൻ അല്ലെങ്കിൽ ഈ പർപ്പസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ അഥവാ അവിടെ ഒരാളുടെ പാഷൻ റവന്യൂ ജനറേറ്റിംഗ് അല്ല എങ്കിലോ സ്വാഭാവികമായിട്ടും റവന്യൂ ജനറേറ്റ് ചെയ്യില്ല. പാഷന് നേരെ പർപ്പസിലേക്ക് മാത്രം പോകും, സ്വാഭാവികമായിട്ടും ബിസിനസ് കൂട്ടിപ്പോകും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുക. പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് കോച്ച് എന്ന് പറയുന്ന ആള് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരുപാട് വലിയ ബിസിനസ് കോച്ചുകാരെ പോലെയൊന്നുമില്ല, എങ്കിൽ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ആദ്യം മാറ്റാനാണ് ശ്രമിക്കുക. എന്നിട്ട് അവന്റെ ഒരു വിഷൻ സെറ്റ് ചെയ്യിപ്പിക്കും, ഒരു ഗോള് സെറ്റ് ചെയ്യിപ്പിക്കും, 1, 2, 3. എന്നിട്ട് അത് അവന്റെ മനസ്സിലേക്ക് ഇതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതാണ് ചെയ്യേണ്ടത്. ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്ര പേർക്ക് സ്കില്ല് കൊടുക്കൂ, ജോലി കൊടുക്കൂ. ഇതിനെ നമ്മൾ ഡിഗിങ് ദി പർപ്പസ് എന്ന് പറയും. അതെ, ഇത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇത് നിങ്ങൾ ഇത്രയും പേര്, ഉദാഹരണമായിട്ട് ഒരു വർഷം നിങ്ങൾ 500 പേർക്ക് ജോലി കൊടുക്കാൻ ശ്രമിക്കും. ആ 500 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഏകദേശം 600-800 പേർക്ക് നിങ്ങൾ സ്കിൽ ചെയ്യണമല്ലോ. ഞാൻ പറയുന്നത് ഒരു സ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറഞ്ഞത്. ആ 800 പേർക്ക് അവർക്ക് പഠിപ്പിക്കണമെങ്കിൽ അവന്റെ സ്വാഭാവികമായിട്ട് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൽ ഗെറ്റ് മണി. മറിച്ച് അവൻ എന്ത് ചെയ്യാൻ വെച്ച് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അവന് 500 പേർക്ക് ജോലി കൊടുക്കാം. എങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം? പലപ്പോഴും ഞാൻ പല സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെയും ഇങ്ങനെ കാണാറുണ്ട്. അറിയാലോ, പല ആൾക്കാരും വിഷൻ സ്റ്റേറ്റ്മെന്റ് ബാനറിൽ ഇടും സോഷ്യൽ മീഡിയയിൽ. ഐ വുഡ് ലൈക്ക് ടു മേക്ക് 1000 കോച്ചസ് ടീച്ചിങ് 1 million people ആൻഡ് ഹെൽപ്പിംഗ് ദം മേക്ക് മണി, ഹെൽപ്പിംഗ് ദം അച്ചീവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ചില ആൾക്കാർ വന്നിട്ട് താഴെ എഴുതും, ഹൗ മച്ച് ഡു യു ചാർജ് ഫോർ ദിസ് കോഴ്സ്? അപ്പോൾ അവർ പറയും വി ചാർജ് 10,000 rupees. ദെൻ വൈ ഡോണ്ട് യു ഗിവ് ഇറ്റ് ഫ്രീ ടു അച്ചീവ് ദിസ് നമ്പർ? ഇത്രയും ആൾക്കാർക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നില്ല? എന്തിന് നിങ്ങൾ ഇത്രയും ചാർജ് ചെയ്യുന്നു എന്ന ചോദ്യങ്ങൾക്ക് പൊതുവെ ഉത്തരം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇറ്റ്സ് ട്രൂ ദാറ്റ് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഇൻകം വേണം. ഒരു ദരിദ്രനായി കൊണ്ട് റിച്ച് ആകാൻ പഠിപ്പിക്കുന്നത് ശരിയല്ല. പഠിക്കുന്നവൻ റെസ്പെക്ട് കൊടുക്കൂല, വാല്യൂ കൊടുക്കൂല. അപ്പൊ നമ്മൾ സ്വയം റിച്ച് ആകാതെ നമുക്ക് ഒരിക്കലും റിച്ച് ആകാൻ പഠിപ്പിക്കാൻ പറ്റില്ല. അതൊരു മൈൻഡ് സെറ്റ് തന്നെയാണല്ലോ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പൈസക്കാരനെ പോലെ പെരുമാറുമ്പോൾ മാത്രമാണ് വേറെ ഒരാളെ നമുക്ക് പൈസക്കാരനെ പോലെ പെരുമാറ്റാൻ പഠിപ്പിക്കുക. അല്ലെ ബിഹേവ് ചെയ്യണം. ആദ്യം പണം ഉണ്ടാക്കുന്നതിന് മുന്നേ ബിഹേവ് ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെയുള്ള കോച്ചിങ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി വർക്കൗട്ട് ആവണം അവിടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞത് പ്രകാരം ആക്ച്വലി നമ്മളൊരു ബിസിനസ്സുകാരനെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഈ കൃത്യമായ ഒരു സ്വപ്നം കാണാനും, അതെ, അതിൽ അവനൊരു ഗോള് സെറ്റ് ചെയ്യാനും, ആ ഗോള് ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ബിഹേവിയർ സെറ്റ് ചെയ്യാനും, അതിലേക്ക് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാനും ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് അവന്റെ മനസ്സും ശരീരവും ഒരു മില്യണറിനെ പോലെ വർക്ക് ചെയ്യാൻ ഓൾറെഡി ആ ഒരു ആസ്പെക്റ്റിലേക്ക് മാറി തുടങ്ങണം. യെസ്. ഒരു കാര്യം പറയാം, നമ്മുടെ നാട്ടില് ഐഡിയകൾക്ക് ഒരു ക്ഷാമമില്ല. ബിസിനസ് ഐഡിയകൾക്ക് ഒരു ക്ഷാമമില്ലാത്ത നാടാണ്. ഇപ്പോൾ ചന്ദ്രനിൽ ചായക്കട തുടങ്ങിയെന്ന് പണ്ട് പറയുന്നെങ്കിലും ഇപ്പോഴും ചായക്കട തുടങ്ങാനുള്ള പുതിയ ഐഡിയകൾ നമ്മുടെ നാട്ടിലെ ആളുകളുടെ അടുത്തുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആര്, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ പ്രശ്നം. പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ഐഡിയയിലായിട്ടല്ല, ഫണ്ടിലായിട്ടല്ല, എക്സിക്യൂഷൻ ഫെയിൽ ആകുന്നുണ്ടോ? ശരി. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതിൽ 2 കാര്യം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ചിലരോട് ഞാൻ സംസാരിക്കും, എനിക്ക് സെയിൽസിൽ സപ്പോർട്ട് വേണം, എൻ്റെ അടുത്ത് വരാറുണ്ട്, സെയിൽസിൽ സപ്പോർട്ട് വേണം. പറയൂ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ സെയിൽസ് എനിക്ക് പഠിപ്പിച്ചു തരണം. ഓക്കെ, നമുക്ക് സെയിൽസിലേക്ക് വരാം. ഓക്കെ,
സെയിൽസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, അതായത് പല കമ്പനികളും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് സെയിൽസിൽ നല്ല ആൾക്കാരെ കിട്ടാനില്ല. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന എംപ്ലോയീസും സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ മൈൻഡ് സെറ്റിൽ തന്നെ ആ സെയിൽസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരേണ്ടത് ഭയങ്കര ആവശ്യമാണ്. ഉണ്ട്, അത് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ബിസിനസ് ഡെവലപ്മെന്റോ സെയിൽസോ പഠിക്കുന്നുണ്ടോ? 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ക്ലാസ്സുകളിൽ ഇല്ല. അഥവാ ഡിഗ്രി വരെയുള്ള ക്ലാസ്സുകളിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആളില്ലാതെ പൂട്ടിപ്പോയിട്ടുണ്ടാവും, ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്ന അവരുടെ പാരൻസ് കൊടുക്കുന്ന, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും, എൻ്റെ മകളെ, എനിക്ക് മൂത്ത മകൾ 2 പെൺകുട്ടികളാണ്, എൻ്റെ മകളെ ഞാൻ മാർക്കറ്റിങ്ങിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് പോകണമെന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ വൈഫും എൻ്റെ പാരൻസും ആയിരിക്കും. അവരെ കുട്ടിയെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ അവർക്ക് 1ാം ക്ലാസ്സിൽ എല്ലാവരും ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ അംബിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, പോലീസുകാരൻ, ടീച്ചർ. ഇതിൽ 4 വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു താങ്കളെ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആവണമെന്ന് ആരും പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ സെയിൽസ് ആവണമെന്ന് പറയുന്നില്ലല്ലോ. ബിസിനസ്സുകാരനാവണമെന്ന് പോലും നമ്മളൊരു അംബീഷൻ പറയുന്നില്ല, അല്ലേ? ഇനി വേറൊരു കാര്യം, ഇവിടുത്തെ ബിസിനസ്സുകാർ പോലും സ്വന്തം മക്കളെ ഇപ്പോൾ കാശുണ്ടെങ്കിൽ പുറത്തേക്ക് വിടും, അബ്രോഡ് വിടും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഏതെങ്കിലും ജോലിയിലേക്ക് വിടും. ബിസിനസ്സുകാരനാവാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, സെയിൽസിന് കൃത്യമായിട്ട് നമ്മൾ ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരണമെങ്കിൽ ഇതൊരു പാഠഭാഗമായിട്ട് കൊണ്ടുവരണം. എന്തിനാണ് ഒരു നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ ആളുകളെ വിചാരം ആളെ പറ്റിക്കലാണെന്നാണ്. ക്യാൻവാസ് ചെയ്യുക, ആളെ പിടിക്കുക, ഇതൊക്കെയാണ് വേർഡുകൾ. പക്ഷെ നമ്മൾ പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യണം, അവന്റെ വേണ്ട ഒരു നീഡ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുകയാണ്. ഇത് ബോധ്യമാകാതെ ഈവൻ ഇപ്പോഴത്തെ ബിസിനസ്സുകാർക്കും, ഇപ്പോഴും ഞാൻ പറയുന്നത് ബിസിനസ്സുകാർക്ക് പോലും പലർക്കും അവർക്കത് ബോധ്യമല്ല. ഇതൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ പ്രൊവൈഡിങ് ആണെന്നുള്ളത്. കാശ് മേടിക്കുന്ന ഒരു സംഭവമാണ് സെയിൽസ്, ഇത്ര പഠിക്കുള്ളൂ. പലരും ഈ ഒരു കാര്യമുണ്ട്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്ന അടുത്ത വേർഡ് എന്താ ജോലി? ഞാൻ മാർക്കറ്റിങ്ങിലാണെന്ന് പറയുന്ന എത്രയോ പേര് എനിക്കറിയാം. കാരണം സെയിൽസിനേക്കാൾ കുറച്ചും കൂടി നല്ല ജോലിയാണ് മാർക്കറ്റിംഗ്. ഓക്കെ, പണ്ട് കോൾ സെൻറ്റേഴ്സിനെ ഞാൻ ബാംഗ്ലൂർ റീച്ച് ആവുന്ന സമയത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കോൾ സെൻറ്റേഴ്സ് ആയിരുന്നു. ഒരുപാട് മലയാളികളൊക്കെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാംഗ്ലൂർ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് കോൾ സെൻറ്റേഴ്സും അതിനോട് ബന്ധപ്പെട്ട ജോലികളുണ്ട്. പക്ഷെ മലയാളികൾ ആരും പോകുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ സെൻറ്റർ ഒരു പ്രശ്നക്കാരനാണ്, ഫുൾ കോളിംഗ് ആണ്. അതായത് ഡയറക്റ്റ് കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. കസ്റ്റമർ ഒരു പ്രശ്നക്കാരനാണെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരാണ് ശരിക്കും സെയിൽസിനെ ഇതുപോലെ ഡയറക്റ്റ്, ഇപ്പം നമ്മൾ പറയുമ്പോൾ B2C എന്ന് പറയാം, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഡയറക്റ്റിൽ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തടയിടുന്നത്. ഞാൻ പറഞ്ഞ അതിൽ ബിസിനസ്സുകാരും അവൻ സെയിൽസാണ് ചെയ്യുന്നതെങ്കിൽ പലർക്കും റിജക്ഷനെ പേടിയ കാരണം ബിസിനസ്സുകാർ സെയിൽസ് ചെയ്യാത്ത അത്രയും പേരുണ്ട്. ജോലി ചെയ്യുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരുണ്ട്. ഒരു സ്റ്റാഫല്ല, ബിസിനസ്സുകാരുണ്ട്. എന്നാൽ നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പർപ്പസിന് വേണ്ടിയിട്ട് അവൻ കൃത്യമായിട്ട് അവൻ്റെ സെയിൽസ് കൂടി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഹി വിൽ ജനറേറ്റ് റവന്യൂ ഓൾസോ. സ്റ്റാഫിനെ മാത്രം വിശ്വസിച്ചു. അത് ഇനി വേറൊരു കാര്യം കൂടി പറയാം, ഞാനൊരു സെയിൽസ് കോച്ച് ആവുകൊണ്ട് അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് കൊണ്ട് പറയാം, എംപ്ലോയീസിന് ഒരു തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കില്ല, ഒരു തരത്തിലുള്ള ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി പറഞ്ഞാൽ അവർക്ക് സെയിൽസിൽ എവിടെയെങ്കിലും ഒരു കമ്പനി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് വളരെ ചുരുക്കം ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പൈസ ഇറക്കി നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന കമ്പനിയാണ്, പക്ഷെ വളരെ തുച്ഛമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവനറിയില്ല എങ്ങനെയാണ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അപ്പുറത്ത് എങ്ങനെയാണ് ഒരു റൈറ്റ് കസ്റ്റമർ ആണോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. വരുന്നവനിപ്പോൾ ഞാൻ സുബിലാൽജി മുന്നിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു പോകും. താങ്കൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ആ സെയിൽസുകാർക്ക് ഉണ്ടാവില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന് പ്രൊഡക്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും, സെയിൽസ് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് സെയിൽസ് വേണമെന്ന് പറയുന്നത്. ഒരു സ്കില്ലിംഗ് ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത് ശരിക്കും സെയിൽസിൽ. അപ്പോൾ ഷരീദ് സർ സെയിൽസ് ട്രെയിനിങ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കോർപ്പറേറ്റ്സുകൾക്കുള്ള സെയിൽസ് സ്റ്റാഫിനുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുക. അതൊരു സെയിൽസ് സ്റ്റാഫിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അദ്ദേഹം ഒരു കൃത്യമായിട്ടൊരു കസ്റ്റമറെ എങ്ങനെ കണ്ടുപിടിക്കണം, സെയിൽസ് പ്രസന്റേഷൻസ് ചെയ്യണത് എങ്ങനെയാണ്, ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. സിമ്പിൾ ഉദാഹരണം പറയാം.
നമ്മുടെ ഒരു കസ്റ്റമർ ഒരു സെയിൽസ് പ്രസന്റേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പോൾ സെയിൽസ് സ്റ്റാഫ് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ശരി ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നൊരു കസ്റ്റമർ സെയിൽസ് സ്റ്റാഫിനോട് സ്വാഭാവികമായിട്ടും പറയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി സാർ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു സെയിൽസ് പ്രസന്റേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിന് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ്. അതാണ് സെയിൽസ് ട്രെയിനിങ്ങിൽ വേണ്ടത്. അല്ലാതെ സെയിൽസ് പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിലെ ക്ലോസിംഗ് ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ലോസിംഗ് സ്കില്ലുകൾ ഉണ്ടെങ്കിലും ഇവിടെ അവർക്കൊരു ഉത്തരം ഉണ്ടായിരിക്കണം. അതൊരു ഒബ്ജക്ഷൻ ആണ്, അതൊരു സെയിൽസ് ഒബ്ജക്ഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള അങ്ങനത്തെ കുറേ ഒബ്ജക്ഷൻസ് ഉണ്ട് യൂഷ്വലി കസ്റ്റമർ മുന്നോട്ട് നിർത്തുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, വാട്സപ്പിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ബ്രോഷർ അയക്കി ഞാൻ വിളിക്കാം എന്ന് പറയും. ഇതൊരു ഒബ്ജക്ഷൻ ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സെയിൽസ് സ്റ്റാഫ് വർക്കൗട്ട് ആവുന്നത്. ഇതാണ് നമ്മൾ ബേസിക്കലി സെയിൽസ് ട്രെയിനിങ്ങിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഒരു ബിസിനസ്സുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പഠിപ്പിച്ചിരിക്കണം സ്റ്റാഫിനെ, എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഡെവലപ്പ് ആവും എന്നുള്ള ബോധ്യം ബിസിനസ്സുകാർക്ക് വേണം. അപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റ് ദ ബിസിനസ് ഓണേഴ്സ് ആണ് ഇപ്പോൾ സെയിൽസ് സ്റ്റാഫിന് സെയിൽസ് ട്രെയിനിങ് കൊടുക്കുന്നതൊപ്പം തന്നെ എഡ്യൂക്കേറ്റിംഗ് ദ ബിസിനസ് ഓണേഴ്സ് ഇതൊരു വലിയ കടമ്പയാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ താങ്കൾ നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ താങ്കൾ നേരിടുന്ന പ്രശ്നം, ബേസിക് പ്രശ്നം എന്താണ്? ഒരു ബിസിനസ് ഓണറെ മനസ്സിലാക്കിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഏറ്റവും വലിയ പ്രശ്നം അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് ഡിജിറ്റൽ ആയിട്ടുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു സംരംഭകന്റെ അടുത്ത് നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, ഇതിവിടെ ചെയ്താൽ ഇതിങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കും. സെയിൽസിന് വേണ്ട പ്രീ ക്വാളിഫൈഡ് റെഡിമെയ്ഡ് ലീഡ്സ് വരെ എത്തിക്കാൻ മാർക്കറ്റിംഗ് എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് സാധിക്കും. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ എവറി ബിസിനസ്, എവറി ടാർഗറ്റ് ഓഡിയൻസ്, എവറി പ്ലാറ്റ്ഫോം, ഇറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇത് നമ്മളൊരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് അയാൾ കേൾക്കുന്നത് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഇതല്ലേ അതല്ലേ. ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രശ്നം അതാണ്, എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്നാണ്. അതൊന്നും ചെയ്യുന്നില്ല. കാരണം എക്സിക്യൂഷനാണ് എപ്പോഴും പാളി പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാം. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ പല ക്ലയൻസുകൾക്കും വേണ്ടിയിട്ട് പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവസാനം ഇവർക്കിടയിലുള്ള പ്രശ്നം തീർക്കലായി എൻ്റെ ജോലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഉദാഹരണം ബിസിനസ് ഓണർ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സാക്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലീഡുകൾ മാത്രം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം പറയുന്നത് ഞാൻ സാറെ കുറച്ച് ലീഡ് തരാം, നിങ്ങളുടെ ടീം അത് കൺവേർട്ട് ചെയ്യണം. അവസാനം ഇവർ തമ്മിൽ എനിക്ക് വിചാരിച്ച നമ്പർ ലീഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച ഒരു ക്വാളിറ്റി ഇല്ല ലീഡ്സിന് എന്ന് പറഞ്ഞ അവസാനം അവർ അടിയാവും. അവസാനം നമ്മൾ അതിനിടയിൽ നിന്നിട്ട് രണ്ടുപേരും പറഞ്ഞു. ഇവര് പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ പറയില്ലേ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത്, അതുപോലെ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു കോമൺ എനിമി ഉണ്ട്. ആ കോമൺ എനിമി എന്ന് പറയുന്നത് കൺവേർഷൻ പ്രോസസ് ആണ്. അവർക്ക് അതിനെയാണ് ഹാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ രണ്ടുപേരും നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ക്വാളിറ്റി ലീഡ്. ക്വാളിറ്റി ലീഡ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി എടുത്തെങ്കിലും ക്വാളിറ്റി ലീഡ് എന്ന് പറഞ്ഞ ലീഡ് ഇല്ല. കാരണം അതൊരു ക്വാളിഫിക്കേഷൻ പ്രോസസ് ആണ്. ഇപ്പൊ ഈ ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ കുട്ടി പുറത്തു പോകാൻ തയ്യാറാണ്, ക്വാളിഫൈഡ് ആണ്, ആ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ കാശുമുണ്ട്. നൗ ദാറ്റ് കുട്ടി ഈസ് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ്. അത് അടുത്ത് തന്നെ പോവാൻ ആഗ്രഹിക്കുന്നു, ഇറ്റ്സ് എ സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്. അതിന് ആ ഒരു ഡിഗ്രി പാസ്സാവാത്ത കുട്ടിയുടെ ലീഡ് ഈ മാർക്കറ്റ് ടീം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ലീഡ് എന്ന് അവർ പറയും. അതേസമയം ഈ പറഞ്ഞ കാശും ക്വാളിഫിക്കേഷനും ഉള്ള കുട്ടിയുടെ ലീഡ് കൊടുത്താലും പറയുമ്പോൾ അത് ക്വാളിറ്റി ഇല്ലാത്ത ലീഡ് എന്ന് പറയും. അത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ക്വാളിഫൈ ചെയ്യുക. അതായത് 10ാം ക്ലാസ് പാസ്സായ കുട്ടിയെ നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ലെങ്കിൽ അവന്റെ അടുത്ത് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല, വെറുതെ അവനെ വിളിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അത് നോൺ ക്വാളിഫൈഡ് ലീഡാണ്. അങ്ങനെയുള്ള പ്രോസസ്സുകളെ ഫിൽട്ടർ ചെയ്യാൻ ഇന്ന് ഡിജിറ്റൽ ടെക്നോളജീസ് വളരെ ക്യാപ്പബിൾ ആണ്. അപ്പൊ ലീഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് ക്വാളിഫൈഡ് ലീഡ് ആയിരിക്കണം, അല്ലാത്ത ലീഡിന്റെ ആവശ്യമില്ല. രണ്ട്, ഒരിക്കലും ഒരു കസ്റ്റമർ ഇന്ന് തന്നെ വാങ്ങണം എന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ വാങ്ങാം. പണ്ടത്തെ പോലെ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവര് ബൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ അവര് ബൈ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ആ ഇമ്പൾസീവ് ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ മുന്നിലുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ അവർ നമ്മളുടെ കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്ക് പോകും. അവിടെയാണ് ഓട്ടോമേഷൻസ് പോലുള്ള സിസ്റ്റംസിന്റെ യൂസ് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് അറിയില്ല. നമ്മൾ ഇന്ന് പരസ്യം ചെയ്യും, നാളെ ലീഡ് എടുക്കും, മറ്റന്നാൾ വിളിക്കും, അതിന്റെ പിറ്റേന്ന് മാർക്കറ്റിംഗ് ടീമിന് ചെയ്ത് വിളിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെയല്ല. ഒരിക്കലും നമ്മൾ തന്നെ അറിയാലോ, നമ്മളൊരു കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റന്റ് പർച്ചേസ് ഒന്നും ചെയ്യില്ല. നമ്മൾ ടൈം എടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്.
നമ്മൾ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആരുടെ നമ്പറാണോ സേവ് ചെയ്തിരിക്കുന്നത് അവർക്ക് കച്ചവടം പോകും. അതാണോ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നടക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് ടീമും സെയിൽസ് ടീമും അല്ലെങ്കിൽ ബിസിനസ് ഓണറും ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ അടി കൂടിക്കൊണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റേഴ്സിനും ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി. അതെ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് ഒരു ഏറ്റവും നല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ എന്നല്ല, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാം, ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ വേണം, സ്കില്ല് വേണം എന്നുള്ള ബോധ്യമുണ്ട്. അവർക്ക് ബോധ്യമുണ്ട്. അപ്പൊ രക്ഷിതാക്കൾ ഉദാഹരണമായിട്ട് +2 പണ്ട് 10ാം ക്ലാസ് കഴിയുന്ന ഒരു വലിയ കടമ്പയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്തെങ്കിലും കോഴ്സുകൾക്ക് പഠിക്കാം എന്നുള്ളതായിരുന്നു. അപ്പൊ അതൊക്കെ മാറി +2 കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG ഇതൊരു കൃത്യമായിട്ടൊരു പാത്ത് രക്ഷിതാക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഇവിടെ പല ആളുകൾക്കും സ്കില്ലില്ലാത്തത് കൊണ്ട് ജോലിയില്ലാത്ത പ്രശ്നമുണ്ട്. സ്കില്ല് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് NSDC എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ അവര് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൽ സർട്ടിഫിക്കേഷൻസും അതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ സ്കില്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇപ്പൊ എൻ്റെ മെയിൻ ക്ലയൻസ് 2 തരത്തിലുള്ള ക്ലയൻസുകളാണ് വരുന്നത്. ഒന്ന് സ്കിൽഡ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഓവർസീസ് എഡ്യൂക്കേഷൻ, പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ. 2 തരത്തിലുള്ള ഒരു +2 കഴിഞ്ഞ് ഡോക്ടറും എഞ്ചിനീയറും അല്ലാത്ത ആളുകളുണ്ടല്ലോ, അതായത് ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളെ എങ്ങനെ സ്കില്ല് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. എനിക്ക് കുറച്ച് സുബിലാൽജിയുടെ കുറച്ചുകൂടി സപ്പോർട്ടും വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ നേരിടുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റുഡന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. റൈറ്റ് കസ്റ്റമറെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിന് ഇവർ ചെയ്യാതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കസ്റ്റമർ കണ്ടുപിടിക്കാൻ, ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം 10 പേരോട് ചോദിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ 10 പേര്, ഏറ്റവും 10:1 എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ വരുന്നതെല്ലാം കൺവേർട്ട് ആവണം എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ് ഓണേഴ്സിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ എന്നാൽ തന്നെ ഹാഫ് ഡൺ എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇത് ഒരു മെയിൻ ഘടകമാണ്. രണ്ടാമത്തത്, ഈ പറഞ്ഞ ടീമുകളെ കൃത്യമായി പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങളും സെയിൽസ് നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ട്രസ്റ്റാണ്. അതെ, പണ്ട് ഇപ്പോൾ ഞാൻ 2008 കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവ് വന്നിട്ട് ആ സ്ഥാപനത്തിനെ കുറിച്ച് അന്വേഷിക്കും. ഓക്കെ, തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ പോകും. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുന്നിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തൊട്ടപ്പുറത്ത് പോയിട്ട് ഇവരെങ്ങനെയുണ്ട്, ഇവിടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് തൊട്ടടുത്ത സ്ഥാപനത്തിൽ പോയി അന്വേഷിക്കും. എന്നിട്ട് ആ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരനെയോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നോളേജ് ഉള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ട് ചോദിക്കും, ഈ സ്ഥാപനം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഇവരെല്ലാവരും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ ആ സ്റ്റുഡന്റിനെ ഇങ്ങോട്ട് അഡ്മിഷന് വിടുകയുള്ളൂ. ഓക്കെ, ഇന്നത് സ്ഥിതി മാറി. ഇന്ന് ഒന്നാമത് രക്ഷിതാക്കൾ ഡിസിഷൻ മേക്കേഴ്സ് ആവുന്നത് വളരെ കുറവാണ്. കാരണം വിദ്യാർത്ഥികൾ ഡയറക്റ്റ് ആണ് അവർ എടുക്കുന്നത്. അന്നത്തെ അവർ ആ ട്രസ്റ്റ് രൂപീകരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഇന്നൊരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അറിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. അവിടെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വീഡിയോസും അല്ലെങ്കിൽ കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, റീൽസുകളുണ്ട് എന്ന് തോന്നുന്നവരെ മാത്രമേ അവൻ സെലക്ട് ചെയ്യപ്പോഴുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് അവൻ ഡിസൈഡ് ചെയ്യുന്നത് ഇവർ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്താ പറയുക സുബിലാജി, ഇതൊരു സ്റ്റുഡന്റിന്റെ കസ്റ്റമറുടെ ഡിസിഷൻ പ്രോസസ്സാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ബിസിനസ് ഓണേഴ്സ് ഉണ്ടല്ലോ, ഇവർ പലരും ഇത് ചെയ്യുന്നില്ല. അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് പില്ലേഴ്സ്, എപ്പോഴും നമുക്ക് ഒരുപാട് പില്ലേഴ്സ് വേണം. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഇടപെടലുകൾ വേണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ജോലി. ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് യൂത്തിനെ ആണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, യൂത്ത് ഈസ്, നമ്മളെപ്പോഴും പറയും ലൈഫ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ജേർണി.
ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് എവറി മൊമെന്റ് ദേ ആർ ലിവിങ്. യെസ്. പഴയ ജനറേഷൻ 10ാം ക്ലാസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കും, +2 കഴിയാൻ വേണ്ടി, ഡിഗ്രി കഴിയാൻ വേണ്ടി, ഡോക്ടർ ആകാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മളുടെ ജനറേഷനൊക്കെ പോയത്. മുന്നോട്ട് നോക്കിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്ത് അറിയില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. എവറി മൊമെന്റ് ദേ ആർ ലിവിങ് ഇൻ ദ പ്രസന്റ്. അപ്പോൾ അവർക്ക് ഓരോ ലൈഫിലെ ഓരോ മൊമെന്റും എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണം. അതാണ് ഈ കുട്ടികൾ വൈബിന്റെ പിന്നാലെ പോകുന്നു എന്ന് പുതിയ ജനറേഷനെ കുറിച്ച് കേൾക്കുന്ന ഒരു കുറ്റം പറയലാണ്. സ്വാഭാവികമായിട്ടും ഞാൻ പറയണ പണ്ട് പാരലൽ കോളേജുകളിൽ നടന്നിരുന്ന കാലം ഓർമ്മയുണ്ടല്ലോ, ഓല ഷെഡിൽ നടത്തിയിരുന്ന കാലം ഓർമ്മയുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ മാത്രം ചെയ്തിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടന്നിരുന്ന കാലമുണ്ട്. ഇന്ന് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ റണ്ണാവില്ല എന്നുള്ളത് ബിസിനസ്സുകാരെ, സ്റ്റുഡന്റ് എടുക്കുന്ന ഡിസിഷനാ. ബിസിനസ്സുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് വൈബ് വേണം. വൈബ് എന്ന് ഉദ്ദേശിക്കുന്ന അവന് കണ്ണ് കാണണം, അവന് കാര്യങ്ങൾ കാണണം. കാരണം അവൻ പണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ അച്ഛൻ ഒറ്റപ്പാലത്തിരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊരാള് ഒറ്റപ്പാലത്ത് ഗ്രാമപ്രദേശത്ത് ഇരുന്ന് ചിന്തിക്കുന്നത്, അവൻ ഒറ്റപ്പാലം ടൗണാണ് അവൻ ആക്സസിബിൾ ആയിട്ടുള്ള മാക്സിമം വലിയൊരു സംഭവം ഉണ്ടായിരുന്നത്. അവിടെ എന്ത് വരുന്നു അതിലേക്ക്, അവിടെ അതുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ, അതിന്റെ ദൂരമാണ് എന്ന് പറയും. 5-10 കിലോമീറ്റർ ഉണ്ട്, ബസ്സിൽ 10-20 മിനിറ്റ് പോകണം. പക്ഷെ ഇന്നതല്ല. ഇന്ന് എൻ്റെ മോള് പറയുന്നത് കൊറിയയിലെ ബാൻഡിനെ കുറിച്ചാണ്, UK യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് സംസാരിക്കുന്ന നമ്മുടെ നാട്ടുപ്രദേശത്തിരിക്കുന്ന ആളുകളുണ്ട്. UK ന്യൂസിലൻഡിനെ കുറിച്ച്, ഓസ്ട്രേലിയയിലെ അവൈലബിലിറ്റി, അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച്. അതായത് തിങ്ക് ഗ്ലോബലി എന്ന് പറയുന്നത് ഇപ്പൊ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അതിനുള്ള സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എങ്ങനെ നമുക്ക്, എന്റെ ചോദ്യം ഇതാണ്, ഞാൻ നേരിടുന്ന ഒരു യഥാർത്ഥ പ്രശ്നം, കസ്റ്റമറെ കണ്ടുപിടിക്കുകയും അവരെ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ഹാഫ് പ്രശ്നം തീരും. നമുക്കത് എങ്ങനെ ഡിജിറ്റൽ മീഡിയത്തിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു ബിസിനസ് ഓണർ, ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ മകന് പേഴ്സണൽ കോച്ചിങ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേഴ്സണൽ കോച്ചിങ് ഞങ്ങൾ കൊടുക്കുന്നില്ല, എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ്. അല്ല സാർ, കൊടുക്കണം, നിർബന്ധം പറയാണ്. നമുക്കൊരു പരിധി, കാരണം നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ നിർബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് നോ പറയാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പഠിക്കുന്നത് ഫ്രാൻസിലാണ്. കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് നാട്ടിൽ വന്നിട്ടുള്ളത്. അവരുടെ നാട് പാലക്കാടാണ്. ആ കുട്ടീനെ ഒരാഴ്ചത്തേക്ക് എറണാകുളത്തേക്ക് വിട്ടു, പേഴ്സണൽ കോച്ചിങ് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഗുരുവിന്റെ കുലത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. ഞാൻ ഒരു ദിവസം മാത്രം ഞാൻ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം എൻ്റെ ട്രെയിനർ പഠിപ്പിച്ചു. എന്നിട്ട് ആ കുട്ടി പോയി. അപ്പൊ അവിടെ ആ അമ്മ ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി റൈറ്റ് പ്ലേസസ് അന്വേഷിച്ച് ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ എൻ്റെ അടുത്ത് വന്നു. അതുപോലെ പല പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് പല പല സ്ഥലങ്ങളിൽ ആ കുട്ടി പോയി. എല്ലാം അമ്മ കണ്ടെത്തി, പേഴ്സണലി സംസാരിച്ച് സ്പെൻഡ് ചെയ്ത് ആ കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, അമ്മ കണ്ട് വിശ്വാസം തോന്നിയ ആൾക്കാരുടെ അടുത്തേക്കാണ് ആ സബ്ജക്റ്റ് പഠിക്കാൻ വിട്ടത്. ഈ ഓരോ കുട്ടികളും നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് അതിന് പേരൻസിന് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ അവര് ഇതേ യാത്ര അവർ ചെയ്യും. ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഒന്ന് നമ്മൾ ആർക്കാ കാശ് കൊടുക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടോ? 2, നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ്, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ? ഇതെല്ലാം സെർച്ച് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മളെ കുറിച്ച് അവർ തപ്പുന്നുണ്ട്. ഈ തപ്പുന്ന സമയത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരുടെ മുന്നിലിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്റെ ഒരുവിധം എല്ലാ കണ്ടന്റും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അവൈലബിൾ ആണ്. കണ്ടന്റ് ഇട്ട് തീരുന്നില്ല, വർഷങ്ങളായി തുടങ്ങിയിട്ട്. പല ട്രെയിനർമാരും അങ്ങനെ കണ്ടന്റ് ഇടില്ല, കാരണം അവരുടെ കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എക്സിസ്റ്റൻസ് ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലല്ലേ നിങ്ങൾ എന്റെ സർവീസ് തേടി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അറിവിനെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു. ആ സമയം കൊണ്ട് ഞാൻ പുതിയ അറിവിന്റെ പിന്നാലെ പോകും. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, നമ്മൾ ആ ബക്കറ്റ് കാലിയാക്കി കൊടുത്തു. ഈ നമ്മൾ പുതിയ കാര്യങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോയി. പക്ഷെ ഇത് ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു.
എന്നെ തേടി ആരും വരില്ല. വരില്ല. ആർക്കും അറിയില്ല ഞാനിവിടെ ഉണ്ടെന്നും എനിക്ക് ഇങ്ങനെ സബ്ജക്റ്റിനെ കുറിച്ച് അറിയാമെന്നും. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ചില പല ക്ലയൻസുകൾക്ക് നേരിടുന്ന പ്രശ്നം ഇതാണ്. അവർ ചില കാര്യങ്ങൾ തുറന്നു പറയാനും ചില പോയിന്റുകൾ തുറന്നു പറയാനും മടിക്കുന്നിടത്തോടു കൂടി അവർ പറയും ഞങ്ങൾ ക്വാളിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്, ഞങ്ങളുടെ സിലബസ് അങ്ങനെയാണ് ഞങ്ങളുടെ. പക്ഷേ ഫെരാരികാരാണെങ്കിലും വിറ്റുപോയില്ലെങ്കിൽ അതിന് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇവർ പലപ്പോഴും ചെയ്യുന്നത്. അതിന് കാരണം ഇതാണ്. കാരണം ഞങ്ങളുടെ കണ്ടന്റ് ഞങ്ങൾ പുറത്തു കൊടുത്താൽ, ഞങ്ങളുടെ സിലബസ് പുറത്തു പോയാൽ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരു 3-4 വർഷം കഴിയുമ്പോൾ ആ ട്രെയിനർ പോയി കഴിയുമ്പോൾ മൂക്കിൽ കൈ കൊടുത്തിരിക്കും. അടുത്ത പ്രശ്നം അതാണ്. ഞാൻ അതിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. അതായത് രണ്ടാമത് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെലിവറി എന്ന് പറയുന്ന പാർട്ട് മിക്കവാറും ട്രെയിനേഴ്സിനെ നമ്മൾ ഇവർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് 2 വർഷത്തിൽ കൂടുതൽ ഒരു കമ്പനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് 2005-6 കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെയിനേഴ്സ് എങ്ങനെയായിരിക്കും? 1 year 2 year അവർ ജമ്പ് ചെയ്യും. പക്ഷേ ഇതിനൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പേഴ്സണൽ ഓറിയന്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഈ ട്രെയിനർ പോയാൽ പിന്നെ പഠിപ്പിക്കാൻ ആളില്ല, പുതിയ ആളുകളെ കിട്ടാനില്ല. എത്രയോ സ്ഥാപനങ്ങൾ അധ്യാപകരില്ലാത്തതുകൊണ്ട്, ട്രെയിനേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾ എന്തിനാണ് ആ ബിസിനസ് ചെയ്യുന്നത് എന്നൊരു വിഷൻ വേണം. അദ്ദേഹത്തിന്റെ വിഷൻ 2024 500 കുട്ടികളെ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണെന്ന് വിചാരിക്കും. ഈ സ്കിൽഡ് ആക്കുന്നത് അവരുടെ സ്ഥാപനത്തിൽ വന്നിട്ട് പഠിക്കണം എന്നുള്ള വാശി വെക്കണ്ട. അതെ, പണ്ട് നമ്മൾ വന്നിട്ട് വേണം എന്നുള്ളത് ചിന്ത ശരിയാണ്. ഇന്ന് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ കുട്ടികളെ നോക്കുന്ന സമയത്ത് വൈബ് കൊടുക്കാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ലെങ്കിൽ, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ കോസ്റ്റോ ഇല്ലെങ്കിൽ, ഇപ്പൊ ചില സബ്ജക്ട്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഒരു സബ്ജക്ട് ആണ്, അവിടേക്ക് എന്ത് വൈബ് കാണിക്കാനാണ്? അത് ഓൾറെഡി ഡ്രൈ സബ്ജക്ട്. അതുപോലെ കോഡിങ്, അതൊക്കെ ഓൾറെഡി ഡ്രൈ സബ്ജക്റ്റ്. അവിടെ വൈബ് കാണിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കാണിക്കാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ക്രിയേറ്റിവിറ്റി കാണിക്കാം, ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ക്രിയേറ്റിവിറ്റി കാണിക്കാം, വീഡിയോ എഡിറ്റിംഗിൽ ക്രിയേറ്റിവിറ്റി കാണിക്കാം. മറ്റുള്ള സബ്ജക്ട്സ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ക്രിയേറ്റിവിറ്റി അവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിന് ബിസിനസ് ആയിട്ട് മനസ്സിലാക്കുക. 2, ആ ബിസിനസ്സിന് ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം അത്രയും കുട്ടികൾ അവിടെ നിന്ന് പഠിച്ച് പോവുക എന്നുള്ളതാണ്. ഇനി വേണം നമ്മൾ തീരുമാനിക്കാൻ അത് ഓഫ്ലൈനിൽ വേണോ ഓൺലൈനിൽ വേണോ. കോവിഡ് പഠിപ്പിച്ച് തന്ന ഒരു പാഠമുണ്ട്, ബുദ്ധിയുള്ളവർ ഓൺലൈനിലേക്ക് മാറും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൈബ്രിഡ് മോഡലിലേക്ക് മാറും. അപ്പൊ ഈ ഒരു മോഡലിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഓൺലൈനിലേക്ക് മാറാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും 2 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, 1 സ്കെയിലബിലിറ്റി, 2 ഹ്യൂമൻ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ, കുട്ടികൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനർ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ ട്രെയിനറെ കണ്ടിട്ടാണ് നമ്മൾ എല്ലാ എക്സ്പെൻസും മാർക്കറ്റിംഗിൽ ഇറക്കുന്നത്. നാളെ ഈ ട്രെയിനർ പോകും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിന്റെ പകുതിക്ക് വെച്ച് പോകും, നമ്മൾ വിട്ടു, കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല മിക്കവാറും. അതെ, അപ്പോൾ നമ്മൾക്ക് ആ ബാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്പെഷ്യൽ ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അഡീഷണൽ എക്സ്പെൻസിൽ തീർക്കേണ്ടി വരും. അതോടൊപ്പം മാർക്കറ്റിംഗ് ടീം ഒറ്റയടിക്ക് അവരുടെ ആക്ടിവിറ്റി നിന്നു. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കാരണം ഇവിടെ എക്സ്പെൻസ് മാറ്റി വെക്കുമ്പോൾ അവിടെ നിർത്താൻ പറ്റുന്നത് മാർക്കറ്റിംഗ് മാത്രമാണ്. പിന്നെ മാത്രമല്ല, ഈ ട്രെയിനറെ കാണിച്ചിട്ടായിരിക്കും മിക്കവാറും അവിടെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ മാർക്കറ്റിംഗിന് പറഞ്ഞു കൊടുക്കേണ്ട, സെയിൽസിന് പറഞ്ഞു കൊടുക്കേണ്ട കുട്ടിക്ക് ഈ ട്രെയിനർ ഇല്ല, ഞാൻ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാന്നുള്ളത്, കൗൺസിൽ ചെയ്യാന്നുള്ളതുണ്ടാവും. തീർച്ചയായിട്ടും അത് പ്രശ്നമാണ്. ആ ട്രെയിനർ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ട്രെയിനറില്ലേ സെയിൽസ് ഡൗൺ ആവും. കാരണം സെയിൽസുകാർ വിൽക്കുന്നത് ട്രെയിനറെ ആണല്ലോ. അപ്പൊ ട്രെയിനർ ഇല്ല എന്ന് പറഞ്ഞാൽ സെയിൽസുകാരുടെ അത് സൈക്കോളജിക്കലി അവരുടെ സെയിൽസ് ഡൗൺ ആവും. ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് ആണ്. കാരണം ഇപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡന്റിലേക്ക് ട്രസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നവന് ഒരു ട്രസ്റ്റ് വേണ്ട. അവനിൽ വേണം, അവന്റെ കമ്പനിയിൽ വേണം, ആ പ്രൊഡക്റ്റിൽ വേണം. ആ ട്രെയിനർ ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും? ട്രെയിനർ മാറിയാലും ബിസിനസ് റൺ ചെയ്യാം. ട്രെയിനറെ മാറ്റണം എന്നല്ല, ട്രെയിനർ മാറിയാലും നമ്മൾ ഉദ്ദേശിച്ച 500 കുട്ടികൾ 2024 ഔട്ട് വരണമെങ്കിൽ അത് ആ മിഷൻ നടക്കണം. കോവിഡ് വന്നാലും മിഷൻ നടക്കണം, എന്ത് വന്നാലും മിഷൻ നടക്കണം. അതാണ് കാരണം. ആ മിഷൻ നടക്കുമ്പോഴേ ആ പർപ്പസ് നടന്നാലേ അവിടെ റവന്യൂ ഉള്ളൂ. അപ്പൊ ബിസിനസ്സും പർപ്പസും നടക്കണം. അപ്പൊ അതില് നമ്മൾ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം. അവിടെയാണ് ടെക്നോളജി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എല്ലാവരും വന്ന് ചേരുമെങ്കിലും ആരും ക്ലാസ്സിൽ പോകുന്നൊക്കെ കണക്കാം. അറ്റൻഡൻസ് വളരെ കുറവാണ്, അസൈൻമെന്റ് ചെയ്യത്തില്ല. അപ്പോ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് ഫ്ലെക്സിബിലിറ്റി.
ഈ 3 മാസത്തെ കോഴ്സാണ്, അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സാണ്. അവരിടയ്ക്ക് വരുന്നു, ഇടയ്ക്ക് വരുന്നില്ല, വരാത്ത ദിവസവും അവരുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഹൈബ്രിഡ് മോഡൽ തന്നെ വേണം. അതിനാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, റെക്കോർഡഡ് കോഴ്സുകൾ വിത്ത് ലൈവ് സപ്പോർട്ട്, വിത്ത് അസൈൻമെന്റ്, ഡെയിലി അസൈൻമെന്റ്, ഈ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ട്രെയിനർ ഇല്ലെങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂഷന് റൺ ചെയ്യാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇവിടെ വന്ന്, കാരണം ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ കാലിക്കറ്റുള്ള ഒരു കുട്ടി കാക്കനാട് വന്ന് പഠിക്കുമ്പോൾ ഫീസ് മാത്രമല്ല, ആ കുട്ടിയുടെ താമസം, ഭക്ഷണം, ഒരുപാട് ചെലവുകൾ വേറെ ഉണ്ട്. ഫീസിന്റെ ഒരു 3-4 ഇരട്ടി വേറെ ചെലവുകൾ ഉണ്ടായിരിക്കും. ആ ചെലവുകൾ സേവ് ചെയ്യാൻ പറ്റും. ആ ഫീസിന്റെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ വേർഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ കുട്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സെഷൻ ഏതെങ്കിലും ഒരു ട്രെയിനർ എവിടെയെങ്കിലും ഇരുന്ന് ഒരു സൂമിൽ കണക്ട് ചെയ്താൽ മതി. അതിന് 1 hour ട്രെയിനർക്ക് എമൗണ്ട് കൊടുത്താൽ മതി. അപ്പൊ പഠിപ്പും നടക്കും, അവരുടെ ഡൗട്ട് ക്ലിയറൻസും നടക്കും. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സെയിൽസ് ടീമിനും മാർക്കറ്റിംഗ് ടീമിനും കണ്ണടച്ചിട്ട് ആ പ്രോസസ്സ് സെല് ചെയ്യാൻ പറ്റും. ഇനി നടക്കുന്നത് സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് സർട്ടിഫിക്കേഷൻ ഏത് കമ്പനിയാണോ ചെയ്യുന്നത് അവരുമായിട്ടുള്ള അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഓട്ടോമേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സുകൾ, ഫൈൻഡിങ് ദി സ്റ്റുഡൻസ്, അവരുടെ കോഴ്സ് പ്രോസസ്സ്, ഡെയിലി അസൈൻമെന്റ് ഷെഡ്യൂൾ ചെയ്യുക, റിമൈൻഡ് ചെയ്യുക, ടിൽ സർട്ടിഫിക്കേഷൻ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ടെക്നോളജി ഉപയോഗിച്ചിട്ട്. ഇനി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ ആൾക്കാരുടെ ജോബ് ഉണ്ടോ, അവിടെ നമുക്ക് ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റും. ഈ കുട്ടികളെ കൊണ്ട് റെഫറൻസ് കൊണ്ടുവരുത്തിക്കുന്ന മോഡലോ, അവിടെ നമുക്ക് ഓട്ടോമേഷൻ, ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാൾ മറ്റൊന്നിനെയും പേടിക്കാതെ ആ എൻ്റെ ബിസിനസ്സിന് റൺ ചെയ്യാൻ പറ്റും. അതെ, ഞാൻ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയും. ഇപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മളൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ എടുക്കാം. കുറേ ഓവർസീസ് എഡ്യൂക്കേഷൻ കമ്പനികളുണ്ട്. അവർക്ക് ഡെലിവറി പാർട്ട് എന്ന് പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിസയും ഈ പറഞ്ഞ പാസ്പോർട്ട് കാര്യങ്ങൾ, പേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അയക്കുന്നു. അതുവരെ വരുന്ന മാർക്കറ്റിംഗ്, അതൊരു മാർക്കറ്റിംഗ് ആണ്. അവിടെ ഒരു സെയിൽസ് പ്രസന്റേഷൻ നടക്കുന്നു, ക്ലോസിംഗ് നടക്കുന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് മേ ബി അവൻ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള പാർട്ട് നമുക്ക് അതിൽ വരുന്നത് ഒരു സ്റ്റുഡൻറ്റിനെ അവൻ്റെ താല്പര്യം, അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റേത് സോഴ്സ് ആയിക്കോട്ടെ, ആ ഒരു പ്രോസസ്സ് തൊട്ട് അവസാനം ക്ലോസിംഗ് വരെയുള്ള ഒരു പ്രോസസ്സിനെ ശരിക്ക് നമുക്കതിനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഓട്ടോമേഷൻ ആണ് നമുക്ക് ഇപ്പോൾ പല ആളുകളും ആവശ്യപ്പെടുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ് അല്ലേ? കാരണം ഇത് പലർക്കും ബോധ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിസിനസ് ഓണേഴ്സ് റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. അതെ, അവർ പറയും മാർക്കറ്റിങ്ങിന്റെ, നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് പ്രശ്നമാണ്, ലീഡുകളുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ സീസണിന്റെ പ്രശ്നമാണ്. റെസ്പോൺസിബിലിറ്റി എടുക്കണം. കാരണം നമ്മൾ ഒരു ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റുള്ള വ്യക്തികൾക്കുള്ള റോള് വളരെ കുറച്ചാണ്. ഈ തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക്, അതായത് ബിസിനസ് ഓണർക്ക് അറിയണം ഇതെന്താണ് പ്രോസസ്സ്. കാരണം അയാൾ പറയുന്ന ചിത്രം വരച്ച് ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നാളെ ഈ മറ്റേ സ്റ്റാഫിന് കുറ്റം പറയുന്ന പോലെ സിസ്റ്റത്തിന് കുറ്റം പറയാൻ പറ്റില്ല. ഇയാളുടെ മനസ്സിൽ എന്താണോ, ഇയാളുടെ ബിസിനസ്സിൽ എന്താണോ, അതിൻ്റെ ഒരു ഡിജിറ്റൽ രൂപമാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതിൽ വേറൊരു പ്രശ്നം ഞാൻ ശരിക്കും നേരിട്ടുള്ളത്, നമ്മൾ പണ്ട് ഇപ്പോൾ കുറച്ചു കാലം മുന്നായിട്ട് നമ്മൾ ഇതിൽ ഒരു ഓട്ടോമേഷൻ കൊണ്ടുവരാൻ ആദ്യത്തെ ശ്രമം ഒരു CRM ആണല്ലോ. ഈ CRM നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും. പക്ഷെ അത് പല സ്ഥാപനങ്ങളിൽ അത് പരാജയപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ സ്റ്റാഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ അതിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരിടുന്ന 2-3 ചലഞ്ചുകൾ പറഞ്ഞുതരാം, രസകരമാണ്. ഒരാൾ, ഇപ്പോൾ ഒരു ബിസിനസ് ഓണർ പറയുകയാണ് എൻ്റെ ടീമിനെ ഒന്ന് കോച്ച് ചെയ്യണം. നമ്മളവിടെ നമ്മുടെ ടീമോടെ ചെല്ലുന്നു, ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്നു, അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളെ കസ്റ്റമൈസേഷൻ, വിദ്യാർത്ഥികളുടെ കസ്റ്റമറുടെ സ്വഭാവം എന്താണെന്നുള്ളത് പഠിക്കുന്നു. അവരുടെ ബയർ പേഴ്സോണ മനസ്സിലാക്കും. ഓക്കെ, അത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് കൂടുതലായിട്ട് വരുന്നത്, എന്തൊക്കെ ഏത് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളാണ്, ഇൻകം എങ്ങനെയാണ് അവരുടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൽ എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ അതിലേക്ക്. അപ്പൊ ഇപ്പൊ പറഞ്ഞ നമ്മളുടെ ബയർ പെർസോണ, നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ട് ബയർ പെർസോണ ക്രിയേറ്റ് ചെയ്ത് അവരിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇന്ന് നമ്മളെക്കാളും വളരെ,
അതായത് നമുക്കൊരു കസ്റ്റമറെ കുറിച്ച് എന്തെല്ലാം ഡീറ്റെയിൽസ് അറിയാൻ സാധ്യതയുണ്ടോ അതിനേക്കാളും 100 ഇരട്ടി ഡീറ്റെയിൽസ് അവനെക്കുറിച്ച് ഫേസ്ബുക്കിന്റെ കയ്യിലും ഗൂഗിളിന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ എന്തിന് നമ്മൾ ആ തീരുമാനം എടുക്കണം? അത് ഇന്റലിജന്റ് ആയിട്ടുള്ള ആ സോഫ്റ്റ്വെയറിന് വിട്ടുകൊടുത്തുകൂടെ എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ചോദ്യമാണ് ഹൗ, എങ്ങനെ എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സ്, പേയ്മെന്റ് ചെയ്ത കസ്റ്റമേഴ്സ്, അവർ എത്ര എമൗണ്ട് പേയ്മെന്റ് ചെയ്തു, ആ ഡീറ്റെയിൽ അടക്കം ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ആ എക്സൽ ഷീറ്റ് ഫേസ്ബുക്കിന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അവരിലേക്ക് ടാർഗറ്റ് ചെയ്തെത്തിക്കും. പക്ഷെ അവർ ഓൾറെഡി പേയ്മെന്റ് ചെയ്ത ആൾക്കാർ അവരിലേക്ക് പറിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷേ ആ ആൾക്കാരുടെ ഡാറ്റ ഫേസ്ബുക്ക് അനലൈസ് ചെയ്തിട്ട് അതേ പാരാമീറ്റേഴ്സ് ഉള്ള ഇവരെ പോലുള്ള മറ്റുള്ള ആൾക്കാരുടെ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഫേസ്ബുക്കിനുണ്ട്. മനസ്സിലായി? അപ്പോൾ നമുക്ക് 1,00,000 രൂപ പേയ്മെന്റ് തരുന്ന കസ്റ്റമറിന്റെ ലിസ്റ്റും 10,000 രൂപ പേയ്മെന്റ് തരുന്ന കസ്റ്റമറിന്റെ ലിസ്റ്റും 100 രൂപ പേയ്മെന്റ് തരുന്ന ഇതൊന്നും വേറെ ലിസ്റ്റ് ആക്കണ്ട. ഒറ്റ ലിസ്റ്റിൽ ഓരോരുത്തരും എത്ര രൂപ പേയ്മെന്റ് തന്നു നമ്മൾ കൊടുത്താൽ മതി. ഈ ഓരോ ആൾക്കാരുടെയും ഇപ്പൊ 100 രൂപ തന്നവനും 1,00,000 രൂപയും തന്നവൻ തമ്മിലുള്ള യഥാർത്ഥ ഡിഫറൻസ് ഫേസ്ബുക്കിന് അറിയാം. അവർ അതിനനുസരിച്ച് നമ്മളുടെ അടുത്ത പരസ്യം അവരിലേക്ക് പുഷ് ചെയ്യും. ഇതിന് നമ്മൾ പൊതുവെ ടെക്നിക്കലി പറയുന്ന ഒരു പ്രോസസ്സാണ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുക വിത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഡാറ്റ. എന്നിട്ട് അതിന്റെ ലുക്ക് അലൈക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡാറ്റ പോലുള്ള മറ്റുള്ള ആൾക്കാരുടെ ഡാറ്റ സെറ്റ് ഫേസ്ബുക്ക് കണ്ടെത്തും. എന്നിട്ട് ഫർദർ നമ്മൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ ഈ ലുക്ക് അലൈക്ക് ഓഡിയൻസിന്റെ അടുത്തേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിയ ആൾക്കാരെ പോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളുടെ ക്യാമ്പയിൻ പോകും. ശരി, ബെറ്റർ റിസൾട്ട് വരും. ഓക്കെ, ഇതൊരു ചലഞ്ചാണ്. ഇപ്പോൾ അതായത് ഒരു കറക്റ്റ് കസ്റ്റമറെ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രോസസ്സ്, നമ്മൾ ഇവരിലേക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്പർ ഓഫ് കോൾസ്, ഡെയിലി ഒരു കോൾസ് ഉണ്ടാകും ഡെവലപ്പിൽ, ഈ ലീഡ്സിൻ്റെ കോൾസ് വരുന്നുണ്ടോ, നമ്പർ ഓഫ് കോൾസ്, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവൻ വിളിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, സംസാരിക്കുന്ന ടെലികോളിംഗ് കറക്റ്റാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു CRM സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വയ്ക്കും. ഫസ്റ്റിൽ റിജക്ഷൻ വരും, സ്വാഭാവികമാണ് റിജക്ഷൻ വരുന്നത്. അതായത് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യില്ലെന്നൊരു വാശി അവർക്ക് ഉണ്ടായിരിക്കും. ഇത് ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ റിസൈൻ ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്നുള്ള ചിന്ത വരും. അപ്പോൾ ബിസിനസ് ഓണർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ആ സ്റ്റാഫിനെ വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുറച്ച് കാലമായിട്ട് ഒപ്പമുള്ള ആളുകളായിരിക്കും. കോംപ്രമൈസ് ചെയ്യും. ആ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നം വരുന്നത് ആരാണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അവിടെ പ്രശ്നം വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം എങ്ങനെ നമുക്ക് ബിസിനസ്സുകാരെ ക്രോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചുകളൊന്നും. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. എന്നിട്ട് അവർക്ക് മനസ്സിലാക്കുക ഇത് കുറച്ചും കൂടി ഈസിയാണ്. കാരണം ആക്ച്വലി CRM എന്തിനാണ്? പണി എളുപ്പാക്കാൻ, സ്റ്റാഫിന് പണി എളുപ്പാക്കാനാണ്. അതെ, പക്ഷെ ഇവർ സ്റ്റാഫ് കാണുന്ന ഒരു പ്രശ്നം എന്താണ്? ബിസിനസ് ഓണേഴ്സിന് ഇവന്റെ മുകളിൽ ക്യാമറ സ്ഥാപിച്ച പോലെ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഒരു ചിന്ത. ഉദാഹരണമായിട്ട് ഒരു 10 ഞാൻ സംഭവം പറയട്ടെ. ഇത് ഇനീഷ്യലി ഇംപ്ലിമെന്റ് 2019 CRM ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എൻ്റെ ടീം മൊത്തം എന്നെ ചെയ്തു പറഞ്ഞു. എനിക്ക് നിർത്തേണ്ടി വന്നു. ഇന്ന് 2024 ഈ CRMന്റെ അകത്തിരിക്കുന്ന കോണ്ടാക്ട്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ എന്താ പറയുന്ന കേക്ക് കഷ്ണം വിട്ടു കൊടുക്കുന്ന പോലെയാണ്. അതായത് സർ അയാൾക്ക് കൂടുതൽ ലീഡ് കിട്ടി, എനിക്കും വേണം. അപ്പൊ ഇവരുടെ കാരണം ഇതിനകത്ത് അസറ്റാണ്. CRMൽ ഇരിക്കുന്ന ഓരോ കോണ്ടാക്റ്റും അസറ്റാണ്, ബിസിനസിന്റെയും ആ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുടെയും. എൻ്റെ കയ്യിൽ 1000 ലീഡ് ഈ CRMൽ ഉണ്ടെങ്കിൽ എനിക്ക് നാളെ വിളിച്ച് ക്ലോസ് ചെയ്യാൻ 1000 ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ 10 പേര് വിചാരിച്ചാൽ ആ 10,000 ഡാറ്റയ്ക്ക് ഓണർഷിപ്പ് വന്നു. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിന്നെ മോണിറ്റർ ചെയ്യാൻ നിനക്കാളും ബ്യൂട്ടിഫുൾ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നിനക്ക് കസ്റ്റമറെ ക്ലോസ് ചെയ്ത് നിനക്ക് അറിയാൻ പറ്റും നീ ആരോട് എപ്പോൾ എന്ത് സംസാരിച്ചു, അയാളെ ഇനി എപ്പോൾ വിളിക്കാൻ അയാൾ പറഞ്ഞു, അയാളെ വിളിക്കുമ്പോൾ എന്ത് പറയണം എന്നും. രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എൻ്റെ CRM എന്ന് കൃത്യം ഗുഡ് മോർണിംഗ് അല്ല, വാട്സാപ്പ് മെസ്സേജ് ഓൺ ബർത്ത്ഡേ എല്ലാവർക്കും 47,000 കോണ്ടാക്റ്റ് ഉണ്ട്. എല്ലാവർക്കും അവരവരുടെ ബർത്ത്ഡേ ആണെന്ന് ഓട്ടോമാറ്റിക്കലി വാട്സാപ്പിൽ മെസ്സേജ്. അത് ഓട്ടോമേഷനാണ്. പക്ഷേ ഒരു സെയിൽസ് പേഴ്സൺ ആ ഇൻട്രസ്റ്റോട് കൂടി അത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ റിലേഷൻ സെയിൽസ്, അത് റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അതിന് സപ്പോർട്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, 10 കോള് നമുക്ക് ഒരു ദിവസം വിളിക്കേണ്ടത് എന്ന് വരുത്തുക. നമുക്ക് 10 കോള് ആദ്യത്തെ ആള് പറഞ്ഞത് എന്താന്നുള്ളത് 11ാമത്തെ കോള് വിളിക്കാൻ തയ്യാറാക്കി നമുക്ക് ഓർമ്മ നിൽക്കില്ല. നമ്മളിത് പേപ്പറിൽ എഴുതി വെച്ചാൽ പോലും നമുക്ക് പലപ്പോഴും ആ പേപ്പർ കാണാതെ
കാണാൻ കഴിയും. ശരിയല്ലേ? അതെ. ഇതിനെ സിസ്റ്റമൈസ് ചെയ്യാനാണ് നമ്മൾ CRM ആക്ച്വലി കൊണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ബയർ പേഴ്സോണെ, അതായത് വരുന്നു, അവൻ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ലോജിക്കലായിട്ട് സംസാരിക്കുന്നു, കോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, അപ്പം തന്നെ അഡ്മിഷൻ എടുക്കുന്നു. ഈ പോയിന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് കണക്റ്റഡ് വിത്ത് സെയിൽസ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തത്, ഡോണ്ട് ട്രൈ ടു സെൽ, മേക്ക് പീപ്പിൾ ബൈ എന്ന് പറയുന്ന പ്രോസസ്. ഇതാണ് ബിസിനസ് ഓണേഴ്സിനും ആർക്കും വേണ്ടത്, സെയിൽസുകാർക്കും വേണ്ടത്. പക്ഷേ നമ്മളവിടെ വരുന്നത് മിക്കവാറും മെത്തോഡിക്കൽ ആയിട്ടുള്ള ആൾക്കാർ. അതായത് അവൻ ഇമോഷണലായിട്ട് ചിന്തിച്ച് അവൻ്റെ കൂട്ടുകാരൻ എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്, അവിടെ എനിക്ക് പോകാൻ പറ്റുമോ, അതോ ഞാൻ അപ്പുറത്ത് പോകണോ, ഞാൻ ഇന്നലെ വേറൊരു പരസ്യം കണ്ടല്ലോ, അവരാണ് വേണ്ടത്, എൻ്റെ നാട്ടിൽ തന്നെ ചെയ്യണോ, അതോ ഞാൻ കൊച്ചിയിലോ ബാംഗ്ലൂരോ പോകണോ, ഇങ്ങനെയുള്ള ടോട്ടൽ ഇമോഷണലി കണക്റ്റഡ് അവർ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ ആൾക്കാരുടെയും പെയിൻ പോയിന്റ് സെയിൽസിലാണ് ആക്ച്വലി. അതെ, നമ്മുടെ നാട്ടിൽ സെയിൽസിന് പ്രൊഫഷനായിട്ട് കാണാൻ നാട്ടുകാർ തയ്യാറുമല്ല, ജനങ്ങൾ തയ്യാറുമല്ല. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സെയിൽസ് നോക്കുമ്പോൾ ആൾക്കാരെ കിട്ടുന്നത്. അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് സിസ്റ്റംസിൽ അഡീഷണൽ കോസ്റ്റും വരും, അവരത് ചെയ്യൂല, നമുക്ക് വീണ്ടും സാമ്പത്തിക നഷ്ടവും ഇമോഷണൽ അത്യാചാരം. ഇതിൽ പ്രശ്നം പറയും, ഇപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ ശമ്പളത്തിൽ ഒരു എംപ്ലോയി അപ്പോയിന്റ് ചെയ്യുന്നു. ഈ എംപ്ലോയി അപ്പോയിന്റ് ചെയ്തിട്ട് അവന് ട്രെയിനിങ് കൊടുക്കാൻ അഡീഷണൽ ഒരു 10,000 അല്ലെങ്കിൽ CRM സെറ്റ് ചെയ്യാൻ അടുത്തൊരു 5,000 10,000 വരുന്നു. ഇത് ബിസിനസ്സുകാർ ഇറക്കില്ല, അതിറക്കില്ല. അതൊരു വലിയ പ്രശ്നം തന്നെ പ്രശ്നമാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ആ 10,000 ആദ്യം ശമ്പളത്തിന് ആൾ 10,000 അല്ലെങ്കിൽ 20,000 കൊടുത്തില്ലെങ്കിലും ബാക്കി 10 + 10 ഉണ്ടല്ലോ, അതായത് അവൻ്റെ സിസ്റ്റം CRM സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഉണ്ടല്ലോ, നിർബന്ധമായിട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകൾ മാറിക്കൊണ്ടിരിക്കും. ഈ ട്രെയിനിങ് സിസ്റ്റവും ഇവൻ്റെ കയ്യിൽ ഫുൾ സിസ്റ്റം. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെത്തോഡിക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വർഷം എടുക്കും അവൻ ഈ സ്ഥാപനത്തിലേക്ക് വരാം. ഇപ്പോൾ എനിക്ക് ക്ലയൻസ് ഉണ്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നെ പഠിച്ചുകൊണ്ടിരുന്ന് ഞാനിപ്പോൾ എൻ്റെ റീൽസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായി എല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇവൻ കൊള്ളാം എന്ന് ചിന്തിച്ച് വന്നിട്ട്, ഹലോ ശ്രീജിത്ത് അല്ലേ, ഒരു വർഷം മുന്നേ ഞാൻ താങ്കളോട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന ക്ലയൻറ്റ് എനിക്കുണ്ട്, വന്ന് ജോയിൻ ചെയ്ത ക്ലയൻറ്റ് ഉണ്ട്. ഇവൻ നമ്മളെ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ അവനെ കാണാനൊരു കാര്യം പറയട്ടെ, ഇതിനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. നമുക്ക് സെയിൽസിൽ 3 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കും. 3 പേർക്കും സാലറി 20,000 വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മാസം 60,000 രൂപ. ഇവർക്ക് ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടി 10,000 രൂപ വെച്ച് നമ്മൾ സ്പെൻഡ് ചെയ്താൽ അഗൈൻ 30 പ്ലസ് അതിൻ്റെ GST എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഏതാണ്ട് 1 lakh rupees എക്സ്പെൻസ് വരും. നമ്മൾ ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ 1 lakhൽ 10 രൂപ ടെക്നോളജിക്ക് മാറ്റിവെക്കുക, സിസ്റ്റംസിന് മാറ്റിവെക്കുക, എന്നിട്ട് സെയിൽസ് പീപ്പിളിന് വെക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ 60,000 രൂപയിൽ 10,000 രൂപ ചെലവിൽ നിന്ന് ബാക്കി 50,000 രൂപ നമ്മൾ സേവ് ചെയ്തു. ഈ 50,000 രൂപ നേരത്തെയുള്ള 30,000 രൂപ 80,000 രൂപ നമ്മൾ അതേ സ്പെൻഡ് തന്നെ വെക്കുക, സ്പെൻഡ് കുറയ്ക്കരുത്. നമുക്ക് 30,000 രൂപ സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്ത് നമ്മൾ 80,000 രൂപ ആഡിൽ സ്പെൻഡ് ചെയ്യുക. അത്രയും ഡാറ്റ, അതായത് നമുക്ക് നോർമലി കിട്ടുന്നതിൻ്റെ 2.5 എക്സ്ട്രാ ടൈംസ് ഓഫ് ഡാറ്റ നമുക്ക് വരികയും ചെയ്യും. ആ ക്യാമ്പയിൻസ് വൃത്തിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ആൾക്കാർ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. പക്ഷേ അത് അഡീഷണൽ ചിലവായി കണ്ടുകൊണ്ട് നമ്മൾ ഇന്നും സെയിൽസ് വേണം, സെയിൽസ് കൂടെ ആളെ എടുക്കുക, സെയിൽസ് ആളെ വന്ന് ആളെണ്ണം കൂടി സെയിൽസ് കൂടും. ഇല്ല, ആള് കൂടുമ്പോൾ നമ്പർ ഓഫ് ലീഡ്സും കൂടില്ലേ, നമ്പർ ഓഫ് ലീഡ്സ് കൂടുമ്പോൾ മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അല്ല, ഇവർക്ക് വിളിക്കാൻ നമ്പർ ലീഡ് വേണ്ടേ? അതാ പറഞ്ഞു, അവിടെ നമുക്ക് എക്സ്പെൻസ് കൂടും. അതെ, ആ എക്സ്പെൻസിന് അത് ഇറക്കാൻ ഞാൻ ഉദാഹരണം പറയും, 20,000-ന് 3 പേരെടുക്കാൻ തയ്യാറാണ്, 10,000 രൂപയ്ക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ക്ലയൻസിനോട് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ അഡ്വർടൈസ്മെന്റ് പോകുന്നുണ്ടെങ്കിൽ ഡെയിലി പ്രോസ്പെക്റ്റിംഗ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കമ്പനിയുടെ ആദ്യത്തെ റൂൾ അല്ലെങ്കിൽ എൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെയിലി പ്രോസ്പെക്റ്റിംഗ് എന്നുള്ളതാണ്. രാവിലെ ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടീമിനോട് അവരോട് പറയുന്നത്, ഒരു തരത്തിലും ക്യാമ്പിൽ നിൽക്കരുത്, നിന്ന് പോകരുത്. അതാണ് നിങ്ങളുടെ ജോലി, വേറെ ഒരു പ്രശ്നമില്ല. ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ അവൻ എൻ്റെ അടുത്ത് നിന്ന് വല്ലതും കേൾക്കുള്ളൂ. ഞാൻ ഇത് തന്നെയാണ് ടീമിനോടും പറയുന്നത്. കാരണം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് എനിക്ക് വിജയിച്ചാൽ മാത്രമല്ല അവരോട് പറഞ്ഞത്. ഞാൻ അവരോട് പറയുമ്പോൾ മിക്കവാറും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ക്ലയൻസുകൾ ആരും ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ അല്ലാത്ത നോൺ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും നേരിടുന്ന പ്രശ്നം ഇത് ക്യാമ്പയിൻ ഓടിക്കാൻ പറ്റില്ല. കാരണം പൈസ കൊടുത്തുകൊണ്ടാണല്ലോ, അഡീഷണലി അഡ്വാൻസ് ചെയ്തിട്ടാണല്ലോ ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലും, കാരണം അതിനെന്താ പ്രശ്നം, അവർക്ക് വിശ്വാസമുള്ള സെയിൽസ് ടീമല്ല അപ്പുറത്തിരിക്കുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. എന്താണെന്നറിയോ, ഞാനൊരു കാര്യം പറയാം. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ
ശരിക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇന്ന് നമ്മൾ 1000 രൂപ ഇട്ടു. ഈ 1000 രൂപയ്ക്ക് നമുക്കൊരു 50 ലീഡ് വന്നു. 50 ലീഡിൽ ഒരു ലീഡ് കൺവേർട്ട് ആയി. ആ പൈസ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഡേ 1000 ഇട്ടു. 2 ലീഡ്. അപ്പോൾ ഇന്നലെ വന്നതും ഇന്ന് വന്നതിനും കൂടെ ഒരു 100 ലീഡായി. 100ൽ നിന്ന് ടോട്ടൽ 4 സെയിൽ വന്നു. 2 നമ്മൾ പ്രോഫിറ്റിലേക്ക് മാറ്റി. മറ്റ് 2 നമ്മൾ വീണ്ടും ക്യാമ്പയിൻ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ 1000 രൂപ പെർ ഡേ എന്നുള്ളത് ചിലപ്പോൾ 3000 രൂപ പെർ ഡേ ആയി. വീണ്ടും നമ്പേഴ്സ് കയറി. ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ഇവരുടെ കാര്യം ഓക്കെ ആവും. പക്ഷെ എന്ത് സംഭവിക്കും? സാറ്റർഡേ സൺഡേ സെയിൽസ് വരില്ല. കാരണം എന്താ? സെയിൽസ് ടീം ലീവില്ല. ഏറ്റവും കൂടുതൽ ലീഡ് വരുന്ന എപ്പോഴാണ്? സാറ്റർഡേ സൺഡേ. ഏറ്റവും കൂടുതൽ ലീഡ് വരുന്ന ഈവനിങ് ടൈംസിലോ സെയിൽസ് ടീം നൈറ്റ്. ഞാനിപ്പോ ഇന്ന് വരുന്ന സമയത്ത് എനിക്ക് വന്നൊരു കോളാണ്. എന്റെ ക്ലയന്റ് വിളിച്ചു, എന്നോട് പറഞ്ഞു, ഞാൻ നമ്മുടെ സിസ്റ്റം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞത് ക്വിക്ക് റെസ്പോൺസ് കൊടുക്കണം നിങ്ങളുടെ കസ്റ്റമർക്ക്. അപ്പോൾ ക്വിക്ക് റിപ്ലൈസ് അവർ സെറ്റ് ചെയ്തിരുന്നു അവരുടെ ക്യാമ്പയിനിൽ. രാത്രി 2 മണി സമയത്ത് ഒരു എൻക്വയറി വന്നു. അപ്പോൾ ക്വിക്ക് റെസ്പോൺസ് പോയി, റിപ്ലൈ പോയി. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അത് വാട്സപ്പിൽ ഇവർക്ക് മെസ്സേജ് വന്നു. ആ സമയത്ത് ഇവർ ആ വാട്സപ്പിലെ മെസ്സേജ് റിപ്ലൈ ചെയ്തു. ആ സമയത്ത് എന്തോ ഉണർന്നിരിക്കുന്ന സമയമായിരുന്നു. അവർ റിപ്ലൈ ചെയ്തു. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അഡ്മിഷനായി. ആലോചിക്കണം, രാത്രി 3 മണി സമയത്ത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിഷൻ ആവുകയാണ്. ക്യുക്കാണ്. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ ആലോചിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ക്വിക്ക് റെസ്പോൺസ് കിട്ടി. ദാറ്റ്സ് വൈ അതിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ക്വിക്ക് റെസ്പോൺസ് ടീം എന്ന് ഞാനിതിന് പേര്. ഞാൻ ഓൾറെഡി ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എത്താൻ വേണ്ടിയിട്ട് ക്വിക്ക് റെസ്പോൺസ് ടീം എപ്പോഴും ഒരു ജിപ്സിയിൽ അവൈലബിൾ ആണ്. അവരുടെ ഫുള്ള് മെഷീൻ ഗണ്ണും എല്ലാം ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അവിടെ എത്തും. അവരുടെ പണി അതാണ്. അവിടുത്തെ ആ സിറ്റുവേഷനെ കണ്ട് ഹാൻഡിൽ ചെയ്ത് പിന്നെ നോർമൽ സിറ്റുവേഷനിലേക്ക് മാറ്റുക, ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി. നമുക്ക് ബിസിനസ് ഒരു യുദ്ധമാണെങ്കിൽ നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ അതിനെ ഉടനെ ചാടി പിടിച്ച് നമ്മൾ ആ പ്രോസസ്സിലേക്ക് പുഷ് ചെയ്തില്ലെങ്കിൽ അവൻ ഓടിപ്പറഞ്ഞ് വേറെ, കാരണം അവൻ നമുക്ക് മാത്രമല്ല മെസ്സേജ് ഉണ്ടാവുക. അറ്റ് ദി സെയിം ടൈം ഈ 2 മണിക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജ് അപ്പുറത്തും വേറെ പല ബ്രാൻഡുകൾക്ക് പോയി കാണും. അവര് നേരം വെളുത്ത് അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ലീഡ് വന്ന് എന്നും രാവിലെ 10 മണിക്ക് സെയിൽസ് ടീമിന്റെ അടുത്ത് മീറ്റിംഗ് വെച്ചിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഇന്നലെ വന്ന ലീഡ്സ് എല്ലാം കൂടെ ഇന്ന് വിളിച്ചു തുടങ്ങൂ എന്ന് പറയുന്നത് പഴയ കാര്യമാണ്. അത് നിർത്തണം. 10 മണിക്ക് മീറ്റിംഗിന് ചോദിക്കേണ്ടത് 9:59 വരെ വന്ന ലീഡിന്റെ സ്റ്റാറ്റസ് ആണ് ചോദിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ലീഡിനെ വിളിക്കാൻ ഈ ദിവസം ഇല്ല. കഴിഞ്ഞ ലീഡിനെ വിളിച്ചത് ലീഡ് വന്ന സമയത്ത് വിത്തിൻ 5 മിനിറ്റ്സ് വിളിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ക്വിക്ക് റെസ്പോൺസീവ് ടീം ഉണ്ടാവണം, ഒരു നോർമൽ ടീം ഉണ്ടാവണം. ക്വിക്ക് റെസ്പോൺസ് ടീം കൃത്യമായിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്ത് അതിനെ ചാനലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോർമൽ ടീമിന് കൊടുക്കണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽസ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. കൗൺസിലിംഗ് ആണല്ലോ. കൗൺസിലിംഗ് ആണ് ചെയ്യുമ്പോൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവരുടെ ഒരു ടൈം ഉണ്ടല്ലോ. ആക്ച്വലി 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് ആ ടൈം ഓഫീസ് ടൈമാണ്. ബാക്കിയുള്ളൊക്കെ അവർ വീടുകളിലേക്ക് ഉള്ള സമയമാണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റെസ്പോൺസീവ് ടീം, അതായത് ഇപ്പോൾ രാത്രി 11 മണിക്ക് ഒരു മെസ്സേജ് വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഞങ്ങൾ നാളെ രാവിലെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഈ ടീമിലേക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് സ്വാഭാവികമായിട്ടൊരു ഒരു റിസൾട്ട് വരും. അതായത് അവരുടെ പണി എന്ന് പറഞ്ഞ് 2 മണിക്ക് മെസ്സേജ് വന്നാലും 3 മണിക്ക് മെസ്സേജ് വന്നാലും ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഓട്ടോമേഷൻ വഴി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. അതായത് ലീഡ് വന്ന സമയത്ത് അടുത്തൊരു കോള് വരുന്നത് വരെ അവരെ എൻഗേജ് ചെയ്യാനുള്ള മെറ്റീരിയൽ നമുക്ക് അയച്ചു കൊടുക്കാം. എൻ്റെ ഒരു ചോദ്യം, ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം, താങ്കളുടെ അഭിപ്രായത്തിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നതാണോ അത് നല്ലത്, അത് അവിടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതാണോ? എന്റെ ചോദ്യം ഇതുകൊണ്ടാണ് അറിയാം. എനിക്കുള്ള ഒരു കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ സെയിൽസ് ആവുമ്പോൾ സെയിൽസ് ഈസ് ഓൺ റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ ഈ മിഷൻ ഓപ്പറേറ്റഡ് കാര്യങ്ങളോട് കസ്റ്റമർ ചിലപ്പോൾ റിലേഷൻഷിപ്പ് മേക്കിംഗ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് രാത്രി 2 മണിക്കും 3 മണിക്കും ഇത് റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ, കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്കോ ചിലപ്പോൾ കടന്നുറങ്ങുന്നുണ്ടാവും. നമ്മുടെ സ്റ്റാഫ് ഇരിക്കുന്ന സമയത്ത് അവരുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിന് എന്തായിരിക്കും ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും? ഞാനിത് ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. അല്ല, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓട്ടോമേഷൻ എന്ന് 100% നമ്മൾ പറയുമ്പോൾ, സെയിൽസ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സെയില് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും എന്നുള്ളതാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ല, പ്രോസസ്സാണ് സെയിൽസ്. അതെ അതെ. മാർക്കറ്റിംഗ് ഒരു പ്രോസസ്സാണ്. കസ്റ്റമർ ജേണി ഒരു പ്രോസസ്സാണ്.
ഈ പ്രോസസ്സുകളെ നമുക്ക് വരച്ച് എഴുതാൻ പറ്റും. ആദ്യം കസ്റ്റമർ ഇവിടെ വരുന്നു, പിന്നെ ഇവിടെ വരുന്നു, അപ്പോൾ ഈ ടച്ച് പോയിന്റിൽ ഇയാളാണ് സംസാരിക്കുന്നത്, അതിനുശേഷം അടുത്ത ടച്ച് പോയിന്റിലേക്ക് പോയി അവിടെ കൗൺസിലിംഗ് ആണ് നടക്കുന്നത്, അത് ചെയ്യുന്ന ഇയാളാണ്, പിന്നെ പേയ്മെന്റ് വരുന്നു, അത് അക്കൗണ്ട്സ് ആണ്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും കസ്റ്റമർ ഡീറ്റെയിൽസ്. ഈ ഫുൾ പ്രോസസ്സിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ അവിടെ തന്നെ വേണം. കൗൺസിലിംഗ് നമുക്ക് പ്രീ റെക്കോർഡഡ് വെബിനാർ മോഡലിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരാൾ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അത് അവിടെ വേണം. പക്ഷേ ക്വിക്കായിട്ട് വേണം. ഇപ്പൊ 2 മണിക്ക് വന്ന ആൾ ഉടനടി അത് കേൾക്കാൻ ഇപ്പൊ ഉടനടി രാത്രി 2 മണിക്ക് വന്ന മെസ്സേജ് പുറത്തേക്ക് അബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുന്ന ഒരാളാണ്. ആ കുട്ടിക്ക് നമ്മളൊരു വീഡിയോ അയച്ചു കൊടുക്കാണ്ട് പറയാണ്, നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോകണം, ഏത് കോഴ്സ് എടുക്കണം എന്ന് തീരുമാനമെടുക്കാൻ ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും, വെറും 5 മിനിറ്റേ ഉള്ളൂ. അയാൾ 5 മിനിറ്റ് വീഡിയോ കാണും. ഈ 5 മിനിറ്റ് വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറയണം, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് കാനഡ വേണോ ഓസ്ട്രേലിയ വേണോ എന്ന് ഇവിടെ കമന്റ് ചെയ്യൂ. വി വിൽ ഗെറ്റ് ഇൻ ടച്ച്. വി വിൽ അറേഞ്ച് എ കൗൺസിലർ ടുമോറോ മോർണിംഗ് അറ്റ് ദി ഏർലിയസ്റ്റ് അറ്റ് ദി അവൈലബിൾ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ അയാൾ അതിന് കാനഡ എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കാനഡയില് ആരാണ് കാനഡ എന്ന് നമുക്ക് മനസ്സിലാവും. ചോദ്യങ്ങൾ വളരെ. അപ്പൊ നമ്മൾ ഇനീഷ്യലി ലീഡ് വന്നാൽ വിളിച്ച് സംസാരിക്കുന്ന ആ പണി മൊത്തം കഴിഞ്ഞു. നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കളയണ്ട. ആ കസ്റ്റമർ ഇങ്ങോട്ട് പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് കാനഡ. അപ്പൊ കാനഡയിൽ ഇരിക്കുന്ന കൗൺസിലർക്ക് മാത്രം അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അതിൽ തന്നെ എന്തെങ്കിലും ഒരു കോഴ്സ് ബഡ്ജറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആസ്പിറേഷൻ അടിസ്ഥാനത്തിലോ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അയാൾക്ക് മനസ്സിലായി ഈ കസ്റ്റമർ നോക്കുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ അവന്റെ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കും, അതിനായിട്ട് ഒരു ഡിസൈറിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ഓൾവേസ് മേക്ക് ദം ബൈ. യെസ്. ഇത് ഓർത്തു വെച്ചാൽ മാത്രം മതി. നമ്മൾ സെല്ല് ചെയ്യല്ല, അത് നടക്കില്ല ഇന്നത്തെ കാലത്ത്. അവരാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ട സാധനം കൊടുത്താൽ മതി. അതേപോലെ തന്നെ അവർ നമ്മളെ തേടുമ്പോൾ നമ്മളുടെ ലിസ്റ്റിംഗ് വേണം. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അവിടെ പക്ക ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം. പിന്നെ ഇതിൽ തന്നെ ഞാൻ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവസാനം വരുന്ന ക്ലോസ് ചെയ്യുന്നില്ല. അതിൽ തന്നെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിചാരം സെയിൽസ് ക്ലോസിങ് ചെയ്യാത്തത് കൊണ്ടാണ് അഡ്മിഷൻസ് ഇല്ലാത്തത് എന്നുള്ളതാണ്. ആ പ്രോസസ്സ് ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെ പോയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നുള്ള ചിന്ത പലപ്പോഴും വരാറില്ല. ഉദാഹരണമായിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള ബയർ പേഴ്സോണ കറക്റ്റ് ആവണം, അവന് കൃത്യമായ സെയിൽസ് പെർസെന്റേജ് എടുത്തിരിക്കണം, അതിനെ ഒബ്ജക്ഷനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഒരു ഇനീഷ്യൽ ക്ലോസിംഗ് ചെയ്ത് അവൻ പ്രശ്നങ്ങൾ വരണം, അവൻ കുറെ പ്രോബ്ലംസ് പറയണം, ഇഷ്യൂസ് പറയണം, എന്നിട്ടൊരു ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്തണം. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഇപ്പോൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഗുഡ് മോർണിംഗ് അയക്കുന്നതും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നതുമാണ് ഫോളോ അപ്പ് എന്ന്, അല്ലെങ്കിൽ വിളിച്ചിട്ട് എന്തായി ചോദിക്കുന്നതാണ് ഫോളോ അപ്പ് എന്നൊരു ധാരണ ഉണ്ട്. ഇത് ട്രെയിൻഡ് അല്ലാത്ത ആളുകൾക്കുള്ള പ്രശ്നം. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാള്, ശരിക്കും വരുന്ന ഒരു സെയിൽസ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഈ പണിക്ക് നിൽക്കില്ല. ഗുഡ് മോർണിംഗ് അയക്കുന്ന അവിടെ റിലേഷൻഷിപ്പ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് കണ്ടന്റുകൾ വെച്ചിട്ടായിരിക്കും. ഒരാളെ ഇൻട്രസ്റ്റ് ആക്കുന്ന, അതായത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവൻ അഡ്മിഷനോ ആക്ഷനോ എടുക്കും എന്നുള്ളതൊരു ബോധ്യം അവന് വരണം. ഐഡ മോഡൽ എന്ന് പറയുന്നത് അവയർനെസ്, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. ഈ ഇൻട്രസ്റ്റ് ഉള്ളവനെ കയറിയിട്ട് നേരെ ചോദിക്കരുത് നിങ്ങൾ നാളെ അഡ്മിഷൻ എടുക്കുള്ളൂ. അവിടെയാണ് പലപ്പോഴും പാളിച്ചു പറ്റുന്നത്. ഇത് ഇപ്പൊ ഫോളോ അപ്പ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിൽ എന്റെ ചോദ്യം പറയൂ, ഇത് ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവർ ഓൾറെഡി നമുക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഓട്ടോമേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകും? ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമേറ്റ്. അതാ ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോ നമ്മൾ സത്യം പറഞ്ഞ ഡിസ്കഷൻ അല്ല, ലൈക്ക് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ഡിജിറ്റൽ മീഡിയത്തിലേക്ക് എങ്ങനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റാന്നുള്ളത്. അതെ, ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു പക്ഷേ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസേഷൻ ഒക്കെ പോസിബിൾ ആണ് ഓട്ടോമേഷനിൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടല്ലോ, കസ്റ്റമർ വാണ്ട് ടു മീറ്റ് യു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ മാത്രമേയാണ് എനിക്ക് തോന്നുന്നു പേഴ്സണലൈസേഷൻ ആവശ്യമുള്ളൂ. ശരിയല്ലേ? ഇടയ്ക്ക് വിളിച്ചിട്ട് സുഖമാണോ, ചായ കുടിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരാൾ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് സെയിൽസ് എന്ന് പറയുന്ന ജോലി, എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ പ്രശ്നം തീരും. ഒന്ന്, ഇത്രയേ ഉള്ളൂ ജോലി എങ്കിൽ ബിസിനസ് ഓണേഴ്സിന് ജോലിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സെയിൽസ് ആണ്, ടെലികോളിംഗ് ആണ്, മാർക്കറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ വരാതിരിക്കുക. ഇത് ചോദിക്കാൻ ആളെ കിട്ടും. കാര്യം പറഞ്ഞു കൊടുക്കല്ലേ അല്ലേ? ബാക്കി പ്രോസസ്സ് ക്ലിയർ ആവണം. ഞങ്ങൾ ചെയ്ത ഒരു ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് പറയാം.
ഈ പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും നമുക്കും ഇതേ സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ചലഞ്ച് ഉണ്ട്. എല്ലാ പ്രശ്നവും നമുക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മളും ഇതേ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് അവിടെ ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് ഡയറക്റ്റ് സെയിൽസ് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോസസ്സിന് മൊത്തം ഒപ്റ്റിമൈസ് ചെയ്തു. ഇപ്പോൾ അവർ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൽ നമുക്ക് 2-3 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ആദ്യം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കയറണം. അത് ഓൾറെഡി ഓട്ടോമാറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇൻ കേസ് മിസ്സായാൽ നോക്കണം, അവരെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരണം. ഒരു ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫ്രീ കോഴ്സിലേക്ക് അവർ എൻ്റർ ആവണം. ഇത് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ എൻ്റർ ആയില്ല എന്നുള്ളത്. എൻ്റർ ആയിട്ടില്ലെങ്കിൽ അവരൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അടിപൊളി സാധനമാണ്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. പർച്ചേസ് ചെയ്യാൻ പറയുന്നില്ല. അതിനകത്ത് വന്ന ആൾ ആ സാധനം എത്ര കണ്ടു കണ്ടില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് നിർത്തി പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. എന്തേ ഇഷ്ടമായില്ലേ, എന്തോ അതോ സമയം കിട്ടിയില്ലേ. അപ്പോൾ അവർ നോക്കും, ഇല്ല ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ കണ്ടോളാം. ഓക്കെ. അല്ലെ അയാൾ ഇഷ്ടമായില്ല, എന്നാൽ കുഴപ്പമില്ല സാർ, പക്ഷേ മിസ് ചെയ്യേണ്ട, അടിപൊളി സാധനമാണ്. പക്ഷെ ആ വീഡിയോ കണ്ടു പോകും തോറും അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പുഷ് ചെയ്യാനുള്ളത് ആ വീഡിയോയിലുണ്ട്. അല്ലെങ്കിൽ ആ സെയിൽസ്മാൻ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അടുത്ത ലെവലിൽ എത്തി കഴിയുമ്പോൾ സാർ അത് കണ്ടായിരുന്നോ, ഇഷ്ടമായോ? പിന്നെ അത് മാത്രമല്ല, ആ വീഡിയോന് എൻഡിലൊരു വേറെ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ കസ്റ്റമർ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റും, അയാൾ കണ്ടു, ഇവിടെ എത്തി, അതെടുത്തു. അപ്പോൾ അയാൾ റിയൽ ഹോട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുഷ് ചെയ്ത് അയാൾ ചിലപ്പോൾ കൺവേർട്ട് ആവും. ആ ലെവലിൽ എത്തുമ്പോൾ ഇവർ പറയും, സാർ വേണ്ടേ, വാങ്ങാൻ പറയില്ല, വേണ്ടേ, വേണം. ഇതാണ് പ്രോസസ്. കൗൺസിലേഴ്സ് മാറി മോട്ടിവേറ്റേഴ്സ് ആവും. ഇത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോൾ ഇവർ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യും. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന, എഡ്യൂക്കേഷൻ ബിസിനസ് ഓണേഴ്സ് നേരിടുന്ന ചലഞ്ചുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് റിക്രൂട്ട്മെന്റ്. ഇതിനകത്ത് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അറിയാം. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും നോക്കുന്നത് കൺവേർഷനാണ് നോക്കുന്നത്. അതെ അതെ അതെ. ഈ കൺവേർഷന് മുന്നേ ഒരുപാട് KPI പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ KPIസിലും ചെക്ക് പോയിന്റ്സിലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പുതിയ ലീഡ് വന്നു, ഇന്നൊരു 100 ലീഡ് വന്നു, അവനോട് 100 ലീഡ് വിളിക്കാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു ദിവസം നടക്കത്തില്ല. അവൻ വിളിക്കും, നമ്പർ കാണിക്കാൻ വേണ്ടി അവൻ വിളിക്കും, അതെല്ലാം നമുക്ക് വേസ്റ്റ് ആയിരിക്കും. അപ്പം അതിന് പകരം നമ്മൾ പറയുന്നത് ഈ 100 പേർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നീ പോകുന്ന സമയത്ത് നിന്റെ പൈപ്പ് ലൈനിൽ ഈ സ്റ്റേജ് കാലിയായിട്ടുണ്ടായിരിക്കണം. അതവൻ ചെയ്യും. അപ്പോൾ അവൻ്റെ ഇവിടെ എത്തി. അപ്പോൾ ഇവന്റെ ഓരോ ചെക്ക് പോയിന്റിലും നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇൻഡയറക്ട്ലി വി ആർ മേക്കിംഗ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ഫങ്ഷനിങ് ആസ് എ സെയിൽസ് പേഴ്സൺ. But they don't feel that. അതൊരു നല്ല. പക്ഷെ അതിൽ ഇൻവോൾവ്മെന്റ് ആർക്കുണ്ട്? ബിസിനസ് ഓണർക്കുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മാനേജർക്കുണ്ട്. അവര് അതിനകത്ത് ഇത് ബേസിക്കലി നമ്മൾ ആ ഗെയിം അവിടെ നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാണ് ഇൻ ദി സിസ്റ്റം, ഇൻ എ CRM ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം. അങ്ങനെ പ്ലാറ്റ്ഫോം ഇല്ലാന്ന് വിചാരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇപ്പൊ കൺവെൻഷണൽ മോഡലാണ് പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നത് 100 ലീഡാണെങ്കിൽ ഒരാൾ ജനറേറ്റ് ചെയ്യാൻ അവർക്ക് മാക്സിമം 10 ലീഡോ അല്ലെങ്കിൽ 5 ലീഡോ പറ്റുള്ള ഒരു ദിവസം. അത് 100 കോൾ വിളിച്ചാലായിരിക്കും ചിലപ്പോൾ ഒരു 5 ലീഡ് കിട്ടുന്നത്. പക്ഷെ ഒരു സിസ്റ്റം ആണെങ്കിൽ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അവർ എല്ലാവരും. ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ 600 ലീഡാണ് ഓവർ ദി നൈറ്റ് വന്നത്. അതാണ് ബൂസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ. ഇതും ഒരു പ്രശ്നമാണ്. അതായത് ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പൈസ കൊടുത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണെന്നൊരു തോന്നല് ആളുകൾക്കുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനകത്ത്. നമുക്കൊരു ഏജൻസിക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ കൺവെൻഷണൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ ഞാൻ ഒരു ടീമിനെ ഏൽപ്പിച്ചപ്പോൾ അവർ അതിൻ്റെ കണ്ടന്റ് അയച്ച് തരുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെ തോന്നി. പിന്നെ കുറേ #ടാഗ്സും ഒക്കെ ഇട്ടിട്ട് അത് കണ്ടാൽ തന്നെ അറിയാം അതൊരു ഡിജിറ്റൽ മാർക്കറ്റിൽ ഇടുന്ന കണ്ടന്റാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അവരോട് സംസാരിക്കുന്ന പോലെ എഴുതൂ. ഓക്കെ, ഞാൻ ശ്രീജിത്ത് സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഭാഷയിൽ ആ രീതിയിൽ എഴുതൂ, ആ വാക്കുകൾ ഉപയോഗിക്കും, സംസാരിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ കുറച്ചും കൂടെ വായിക്കുന്നവന് തോന്നും അതിലെന്തുകൊണ്ട്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മോഡലിൽ വേണം അവർ ചെയ്യാൻ. ഇതിപ്പോൾ ഏജൻസി ക്ലയന്റിനെ കാണിക്കുകയാണ് പണിയെടുത്തു എന്നുള്ളത്, അതല്ല നമ്മളുടെ ആവശ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവസാനം ഞാൻ ഇത് ബിസിനസ് ഓണറുടെയും ഈ ഡിജിറ്റൽ മാർക്കറ്റിടയിലുള്ള മധ്യസ്ഥനാവേണ്ട അവസ്ഥയാണ് പലപ്പോഴും. അവിടെ ഓണർഷിപ്പ് എടുക്കുന്നില്ല ആരും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മുന്നിൽ വരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല?
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ മറ്റുള്ളവർ വെച്ച് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര കാശ് ഇറക്കിയാൽ പോലും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു രീതി, ഇപ്പോൾ ഞാൻ തന്നെ നേരിട്ട ചലഞ്ച് പറയാറ്, അതൊരു സ്റ്റോറിയാണ്. അതായത് കൺസൾട്ടിങ് എടുക്കുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ കൺസൾട്ടിങ് എടുക്കുന്നു. നമ്മൾ പറയുന്നത് വി ആർ എക്സ്പെക്റ്റിംഗ് 3x ഗ്രോത്ത്, 3 ഇരട്ടി ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥാപനം കഴിഞ്ഞ വർഷം എത്ര ചെയ്തു എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മൾ എടുക്കും. എത്ര ചെയ്തു, അവർക്ക് എന്തൊക്കെ പാളിച്ചകൾ പറ്റി, എന്തൊക്കെ ചാലഞ്ചസ് പറ്റി, എന്നിട്ടാണ് നമ്മൾ പറയുന്നത് യെസ് വി ആർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. ഇത് എടുക്കുന്ന സമയത്ത് പിന്നെ അവിടെ ആ ബിസിനസ് ഓണറെ കാണാനില്ല. ഓക്കെ, ആ ബിസിനസ് ഓണറെ കാണാനില്ല. നമ്മൾ ആരെയാണ് ശരിക്കും കോച്ച് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ബിസിനസ് ഓണറെയാണ് കോച്ച് ചെയ്യുക, അല്ലാതെ എൻ്റെ സ്ഥാപനം അല്ലല്ലോ. ഞാൻ അവനെ പഠിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങളില്ലേ, നിങ്ങളുടെ ടീമില്ലേ, നിങ്ങൾ ചെയ്തു നടക്കില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ താങ്കളുടെ പ്രൊഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തിട്ട് ഞാൻ താങ്കളുടെ സ്ഥാപനത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെ ഞാൻ ഡെവലപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത അല്ലെങ്കിൽ താങ്കൾ അത്ര എക്സ്പെർട്ടൈസ് ഇല്ലാത്ത കാര്യമായിരിക്കാം. താങ്കൾ എന്തുകൊണ്ടായിരിക്കും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക? താങ്കൾ അതിൽ എക്സ്പെർട്ടൈസ് ആണ് അല്ലേ? താങ്കൾക്കൊരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പർപ്പസ് ആണ്. താങ്കൾക്ക് അതിൽ സെയിൽസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് താങ്കൾ എന്ത് ചെയ്യണു? അത് എന്നെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യണം, സെയിൽസ് ഞാൻ ചെയ്യണം. അതിന് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ പോലെ ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ട്, അതായത് ബിസിനസ് ഓണേഴ്സ്. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെയാണ്, പണം മാത്രമാണ് അവിടെ ലക്ഷ്യം. അവരാണ് ഈ ബിസിനസ്സിൽ തകരുന്നത്. കൈ നനയാതെ മീൻ പിടിക്കണം. അതെ, കൈ നനയാതെ മീൻ പിടിക്കണം. ബിസിനസ് തുടങ്ങുന്നതിനാണ് പൈസ ഉണ്ടാക്കുന്നത്. ബിസിനസ്സുകാരുടെ അടുത്ത് മാത്രമേ പൈസയുള്ളൂ, പണമുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ഒരു അതുകൊണ്ട് മാത്രം തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് ഏതെങ്കിലും ഒരു ഫീൽഡ്, മേ ബി ഫാക്കൽറ്റി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനർ, എന്തെങ്കിലും ഒരു പോസ്റ്റ് വർക്ക് ചെയ്തു. ഹീ ഈസ് മേക്കിംഗ് മണി, സോ ഐ ക്യാൻ ഓൾസോ. ഞാൻ ഇത് പണിയെടുത്തിട്ട്, ഞാൻ ട്രെയിനർ അല്ലേ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ തന്നെ അവർ ഫീസ് മേടിക്കുന്നത്. ഫീസ് മേടിക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സെയിൽസ് ഒരു ബുദ്ധിമുട്ടില്ല, പഠിപ്പിക്കൽ ബുദ്ധിമുട്ടാണ്. ഇത് പറഞ്ഞ് വേറെ പോയി സ്ഥാപനം തുടങ്ങിയിട്ട് നല്ല പണി 8 നില പൂട്ടി നിൽക്കുന്ന, എന്നിട്ട് സെയിൽസ് പഠിക്കാൻ ഇറങ്ങുന്ന അല്ലെങ്കിൽ സെയിൽസ് ചെയ്തു തരുമോ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇഫ് യു ആർ ദ ഓണർ, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അല്ലാത്ത ഏരിയ. അപ്പോൾ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കടമ്പയാണ്. ഫിനാൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എനിക്ക് വലിയ കടമ്പയാണ്. ഞാൻ അതിനൊരു കൺസൾട്ടന്റിനെ വെച്ചിരിക്കും. ലെറ്റ് ഹിം ഡു ദാറ്റ് അല്ലേ? അത് എൻ്റെ കമ്പനിയുടെ മാത്രമല്ല, ഞാൻ പറയും, ഒരു സ്ഥാപനത്തിലും, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലും ഐ ഡോണ്ട് ഡീൽ ഫിനാൻസ്. നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്നത് വരെയുള്ള പണികളെ ഞാൻ ഡീൽ ചെയ്യാം. എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓക്കെ, ഞാൻ പറയും ഇത്ര പണം വേണ്ടി വരും, ഇത്ര പൈസ വേണം, ഇത്ര സ്പെൻഡ് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ബാക്കി സ്പെൻഡ് നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്, യു അറേഞ്ച് ഇറ്റ് കാര്യം. അതിന് പറ്റുന്ന ആളുകൾ നമ്മളെടുത്തുണ്ട്, നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഓണർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് വരികയാണ്, സുബിലാൽജി, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ഇത്രയും നേരം താങ്കളോട് ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ നേരിടുന്ന ചലഞ്ചുകളല്ലേ. അതെ, ഇപ്പം ഞാൻ പഠിക്കണമല്ലോ ബേസിക്കലി, എന്നാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ താങ്കളെ സമീപിക്കുമ്പോൾ താങ്കൾ തരുന്ന സൊല്യൂഷനാണ് എൻ്റെ കമ്പനിക്കോ അല്ലെങ്കിൽ എനിക്കോ എൻ്റെ ക്ലയൻസിനോ ഗുണപ്രദമാവും. ഇതുപോലെ ഇത് റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. എല്ലാം കൂടി ഒരു വൺ ടൈം. ഇതിൽ നമ്മളിത് ഈ ഡിജിറ്റൽ ടൂൾസ് അല്ലാതെ നമ്മൾ ഈ എൻഡ് ടു എൻഡ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്തപ്പോൾ കുറേ ഫിസിക്കൽ ടൂൾസ് ആവശ്യം അതിനകത്ത്. കാരണം ഓണർക്ക് ഡിസിപ്ലിൻ വേണം. 3 പേരുടെ ഡിസിപ്ലിൻ, 3D ഭയങ്കര പ്രധാനം. 1 ഓണറിൻ്റെ ഡിസിപ്ലിൻ, 2 മാർക്കറ്റിങ്ങിൻ്റെ ഡിസിപ്ലിൻ, 3 സെയിൽസിൻ്റെ ഡിസിപ്ലിൻ. ഈ 3 ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആള് ഓണറാണ്. ഓണർക്ക് ഡിസിപ്ലിൻ ഇല്ലേ, ആ പരിപാടി കൂട്ടും. എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസുകളിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അവിടെയാണ്. അതായത് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം പിന്നെ ഞാനാ ഡ്രൈവർ സ്ഥാനത്ത്. അതായത് ബസ്സിൻ്റെ ബാക്കിലെ കണ്ടക്ടറെ പണി എൻ്റെ അടുത്ത് തന്നിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിന്റഡ് പ്ലാനർ ഉണ്ടാക്കി, ഈ ഓണേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രിന്റഡ് ഉണ്ടാക്കി. പിന്നെ മാർക്കറ്റിംഗ് ടീമിന് CRM ഉണ്ട്. അപ്പോൾ ഇത് മറ്റേ മണിച്ചിത്രത്തായിട്ട് പൂട്ടുക എന്ന് പറയുന്ന മാതിരി ആ പ്രോസസ്സിന് എൻഡ് ടു എൻഡ് പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ കമ്പനികളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ശ്രീചർ പറഞ്ഞ എല്ലാ പ്രശ്നവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞില്ല, താങ്കൾ ഇതൊക്കെ ഐഡിയാസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 10 പേരെ ഞാൻ കൺസൾട്ടിങ് എടുക്കുന്നു അല്ലെങ്കിൽ ട്രെയിനിങ് ഇതിൽ എഡ്യൂക്കേഷനിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ 10 പേരെ ഞാൻ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന്, അവരുടെ ഐഡിയ എന്താണ് എന്നുള്ളത് അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണതിൻ്റെ ആവശ്യം വൈ ദി ഐഡിയ ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ഇതെന്നുള്ളത് അവരെ ആദ്യം പഠിപ്പിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗോൾ ഡയറി കൊടുത്തിട്ട്, ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എന്തിനത് അച്ചീവ് ചെയ്യണം. ഇത്തവണത്തെ എൻ്റെ ഗോൾ സെഷൻ്റെ ഇതിലുണ്ടായിരുന്നത് എന്തിനത് അച്ചീവ് ചെയ്യണം. അതായത് ബേസിക്കലി പറഞ്ഞ പോലെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം വേണം, അത് ആദ്യം ക്ലിയർ ആവണ്ടേ. ഇതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ ഇവരെ ഇത് ആ കൃത്യമായിട്ടുള്ള ടീം അതിനുള്ള ടൂൾസ് റെഡിയാക്കിപ്പിക്കലാണ്. മൂന്നാമത്തേത് ഇത് മാനേജ് ചെയ്യിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ ആദ്യത്തത് അവിടെ എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യും. രണ്ടാമത്തത് 3 ടൂൾസ് ഡെവലപ്പ് ചെയ്യും. അതിലാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ് താങ്കളുടെ സപ്പോർട്ട് എനിക്ക് പറ്റുമെന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയത്തിൽ. ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഏറ്റവും വലിയ നേരിടുന്ന ഒരു പ്രശ്നം റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ അറിയോ? ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, ഒരാൾ വരുന്നു, സംസാരിക്കുന്നു. ഒന്നാമത്തെ ഇന്റർവ്യൂവിന് ആളെ കിട്ടുന്നില്ല, ഇന്റർവ്യൂവിന് ആൾ വരുന്നില്ല. വരുന്നവൻ കുറച്ച് സംസാരിക്കുന്നവനാണെങ്കിൽ അപ്പെടുക്കും. പെർഫോമൻസ് ഓൺ ദി ഇന്റർവ്യൂ ടേബിൾ. അവനെ അക്കൗണ്ടന്റ് ആക്കാം, അവൻ എന്തുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അവനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവനെ കൊണ്ട് ആ ഓഫീസിലുള്ള എല്ലാ ഡോക്യുമെന്റേഷൻ പണിയും ചെയ്യിപ്പിക്കും തുടക്കത്തിൽ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഇവൻ ആ ഡോക്യുമെന്റേഷൻ ജോലി ഈസി ആയിരിക്കും, അവൻ അതിലേക്ക് മാറും. നാളെ സെയിൽസ് ചെയ്യാൻ പറഞ്ഞാൽ അവനത് ചെയ്യില്ല, കാരണം അവന് സെയിൽസ് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് എടുക്കുകയാണെങ്കിൽ അവനവനായിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചെയ്യാനും ഫിനാൻസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിലുള്ള ഉള്ള കുറേ അഡ്മിനിസ്ട്രേഷൻ ബാക്ക് സപ്പോർട്ട് വർക്കുകളുണ്ടല്ലോ, ചെയ്യിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്ക്. അവന്റെ മെയിൻ ജോലി സെയിൽസ് ആണെങ്കിൽ അവനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ നാളെ അവൻ കണക്ക് പറയും, സാർ ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയും. സെയിൽസ് മാത്രം ചെയ്യില്ല. ഇല്ല, അത് സെയിൽസ് മാത്രം ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവർ കൃത്യമായിട്ട് ഒരു KRA കൊടുക്കണം. ഒരാളെ റിക്രൂട്ട് ചെയ്താൽ, ഇപ്പോൾ സുബിലാൽജിയെ ഞാൻ റിക്രൂട്ട് ചെയ്യുമ്പോൾ സുബിലാൽജിക്ക് കൃത്യമായിട്ട് റോളും ഗോളും ഡിഫൈൻ ചെയ്തിട്ട് അത് തരണം. ഞാൻ മൂന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, മാനേജ്മെന്റ് എന്നുള്ളത്, അവിടെയാണ് ഇവരെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് എല്ലാ ആഴ്ചയും അവൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. വണ്ടി രാവിലെ ഷട്ടർ തുറന്നു എന്ന് മാത്രം വിളിച്ചു ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് അടച്ചോ എന്ന് മാത്രം ചോദിക്കുന്ന ഓണേഴ്സ് ഒരൊറ്റ വിടുക ഇവരെല്ലാം ഏൽപ്പിച്ചിട്ട് എന്താണ് സംഭവിക്കുക? അവസാനം പൈസ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ശമ്പള ദിവസം നീയൊന്നും പണിയെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് എംപ്ലോയിയെ ചീത്ത പറയുന്ന ഓണേഴ്സ്. അവരോട് പറയാനുള്ളത്, യു ആർ നോട്ട് മാനേജിങ്. ഇനി രണ്ടാമത്തെ, ഈ ടൂൾസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് സെയിൽസ് ഇല്ലാത്തത്. ഇത് രണ്ടും ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സംഭവം ഇല്ല, ഹി ഡോണ്ട് നോ വാട്ട് ടു ഡു. പലർക്കും ആ റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കണക്കുകൾ കിട്ടും. പലപ്പോഴും ഈ കണക്ക് മാച്ച് ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള കണക്ക് ഇതാണ്, ആദ്യം ഉണ്ടാവും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാവും, പിന്നെ നാലാമത്തെ. അപ്പോൾ ഇതാകെ മിസ്മാച്ച് ആവും. അപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്ക് ഇറങ്ങിച്ചെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കണക്ക് വെക്കുന്നത്, ആദ്യം എവറി ഡേ നമ്മൾ 100 ലീഡ്സ് എടുക്കണം, എവറി ഡേ നമുക്ക് 10 സെയിൽസ് വരണം. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫിഗർ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്ക് ആദ്യം കണക്കൂട്ടുമ്പോൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ 100 ലീഡ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ടീമിനോട് സഭാഷണം പറയും. എന്നിട്ട് 10 സെയിൽസ് വന്നില്ലെങ്കിൽ സെയിൽസ് ടീമിനോട് ചോദിക്കും എന്തുകൊണ്ട് സെയിൽസ് വന്നില്ല. അവർ പല എക്സ്ക്യൂസ് പറയും, പക്ഷേ നമ്മൾ അതിനെ വിടരുത്. നമ്മൾ അവിടെ ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്. കാരണം എന്നാലല്ലേ, ഇപ്പോൾ വണ്ടി ഇവിടെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എറണാകുളത്ത് എത്തിയില്ല, എന്ത് സംഭവിച്ചു കണ്ടുപിടിക്കണ്ടേ. അവിടെ ഞാൻ പറയുന്നത്, ഒരു ബിസിനസ് ഓണർ ചോദിക്കേണ്ട മെയിൻ ചോദ്യം വൈ എന്ന് തന്നെയാണ്. അതെ, അത് ഇറങ്ങി ചെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പോൾ 100 പേരും അവരുമായിട്ട് സംസാരിച്ച ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച ചോദ്യവും ഉത്തരവും തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ദ മെയിൻ റീസൺ ഫോർ നോട്ട് ഗെറ്റിംഗ് കൺവേർട്ടഡ്. ആ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഡേ 100 ലീഡ് എടുക്കാൻ. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയും ഇത് തന്നെയായിരിക്കും റിസൾട്ട്.
അപ്പോൾ നെക്സ്റ്റ് ഡേ 100 ലീഡ് കൺസിഡറിങ് ഈ മേജർ റീസൺ ഫോർ നോട്ട് ഗെറ്റിംഗ് ക്ലോസ്ഡിന് സോൾവ് ചെയ്തിട്ടുള്ള ലീഡ്സ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് 10 പിടിക്കാൻ പറ്റുന്നുണ്ടോ, വെരി ഗുഡ്. ഇല്ലെങ്കിലോ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷൻ വെറും 10% ആണെങ്കിലും റിസൾട്ട് ചിലപ്പോൾ 20 or 30 വരും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു, ഈ പ്രോസസ്സ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് അതിനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും അതില്ല. ഇതിനെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ ആര് വന്നാലും പോയാലും സിസ്റ്റം വിൽ റൺ. അല്ല, സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കസ്റ്റമർ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് വരുന്ന കാര്യമാണ് ഒരു ഡിലേഡ് കസ്റ്റമർ. ഡിലേ ആണ് അവൻ ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ ആണ്. മെത്തോഡിക്കൽ കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അവൻ ഭയങ്കര ഡിലേ ആണ് കാര്യങ്ങൾ. അവനിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈയിലേക്ക് അവൻ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചാൽ അവൻ ഏപ്രിൽ തൊട്ടിട്ട് ആലോചിച്ചു. ഏപ്രിൽ അന്വേഷിക്കും, മെയ്യിൽ അന്വേഷിക്കും, ജൂണിൽ അന്വേഷിക്കും, എന്നിട്ട് ജൂലൈയിലാണ് അവന് ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ നമുക്കിത് അറിയില്ല. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള അവർക്ക് അതറിയില്ല. അവർ എപ്പോഴും ഈസ് റെഡി ടു ടേക്ക് അഡ്മിഷൻ എന്ന് ചിന്തിച്ചിട്ട് അവർ ഫോളോ അപ്പ് തുടങ്ങും. അവൻ അനങ്ങില്ല, വിളിച്ചെടുക്കില്ല, മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീജിത് ജി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും പഴയ പോയിന്റിലേക്ക് വരികയാണ്. വി കനോട്ട് സെൽ, പീപ്പിൾ ബൈ. ഓക്കെ, നമുക്ക് അസിസ്റ്റൻസേ കൊടുക്കാൻ പറ്റുള്ളൂ. വി ആർ അസിസ്റ്റിംഗ് ഇൻ ദി ബൈയിങ് പ്രോസസ്. വി ആർ നോട്ട് പുഷിംഗ് ടു സെൽ. അത് പഴയ തിയറിയാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ എടുക്കാൻ പോകുന്ന പർച്ചേസ് അല്ലെങ്കിൽ ബൈ എന്ന തീരുമാനത്തിനെ അസിസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ഒരു കാര്യം ചോട്ടെ, എന്തുകൊണ്ട് അവൻ ബൈ ചെയ്യണം? ആ തീരുമാനം അവന്റെ കയ്യിലാണ്. അല്ല, അത് നമുക്ക് അവനെ കാണിക്കാൻ പറ്റും. അതാണ് അസിസ്റ്റൻസ്. അവൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റ്, അവൻ എടുക്കുന്ന മണ്ടൻ തീരുമാനങ്ങളും ശരിയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. വാട്ട് ഈസ് റോങ് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ് ഈസ് റൈറ്റ്. അങ്ങനെ അപ്പോഴേ വിശ്വസിക്കാവുന്ന സുഹൃത്തായി നമ്മൾ മാറുന്നുള്ളൂ. അപ്പോഴേ അവൻ നമ്മളുടെ കൂടെ കൈപിടിക്കുള്ളൂ. റിലേഷൻഷിപ്പ്. അതെ, നമ്മളെല്ലാം ശരിയെന്ന് ഒരിക്കലും പറയരുത്. ഞാനൊരു വലിയ ഡീല് ക്ലോസ് ചെയ്ത് 1.5 കോടിയുടെ ഡീല് ക്ലോസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിലായിരുന്നു. ഒരു ഫണൽ എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ട് എങ്ങനെയുണ്ട് ഫണൽ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സർ ബ്യൂട്ടിഫുൾ ബട്ട് ദിസ് വിൽ നോട്ട് വർക്ക്. എന്തുകൊണ്ടാണ്? കാരണം ഫസ്റ്റ് തിയറി ഓഫ് ഫണൽ ഈസ് യു ഷുഡ് ഹാവ് ഓൺലി 1 ഓപ്ഷൻ. നിങ്ങൾ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻ ഈക്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കസ്റ്റമറും ഫണലിൽ ക്ലിക്ക് ചെയ്യില്ല, CTL ക്ലിക്ക് ചെയ്യില്ല, ആ 4 ഓപ്ഷനിലേക്ക് ബൈപ്പാസ് ചെയ്ത് പോകും. ആൻഡ് യു വിൽ ഗെറ്റ് നോ കൺവേർഷൻ. ഹി വാസ് ഇംപ്രസ്ഡ് ആൻഡ് ദ ഡീൽ ക്ലോസ്ഡ്. അത് ഞാൻ നോ പറഞ്ഞുകൊണ്ടാണ് ക്ലോസ് ആയത്, യെസ് പറഞ്ഞുകൊണ്ടല്ല. അപ്പോൾ അതുപോലെ നമ്മൾ നോ പറയേണ്ടത് നോ പറയണം. അപ്പോൾ നമ്മൾ ഈ കസ്റ്റമറുടെ അടുത്ത് എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നോ, എങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ, അതെല്ലാം നമ്മുടെ സിസ്റ്റമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. വേറൊരു പോയിന്റ് കൂടി ഞാൻ അടിക്കും. ഇപ്പോൾ വരുന്ന ഒരു അഡൽട്ട് തിയറി എന്ന് പറയുന്നത് തന്നെ ഹീസ് കമ്മിങ് വിത്ത് പ്രയർ നോളേജ്. അവൻ നമ്മുടെ നോളേജ് കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചോളൂ. നോളജ് മാത്രമല്ല, നമ്മളുടെ ട്രസ്റ്റ് വേർത്തിനെസ് ആണ്. അതാണ് നോളേജും എക്സ്പീരിയൻസും അവൻ കുറച്ച് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അവൻ നമ്മളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും ഇത് നിർബന്ധമായിട്ട് വേണം. നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും അവരുടെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവര് നമ്മളുടെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നതും ഇവര് നമ്മളുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ അവൻ പുറത്തു നിന്ന് എപ്പോഴെങ്കിലും വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവൻ എപ്പോൾ നോക്കി, ഏത് പേജ് നോക്കി, ഏത് ബട്ടണിലാണ് അവൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈവൻ ഇപ്പോൾ ശ്രീജിത്ത് എൻ്റെ വെബ്സൈറ്റ് തുറന്ന് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക, എനിക്ക് അറിയാൻ പറ്റും ശ്രീജിത്തിയുടെ മൗസ് എവിടെയായിരിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടാ നോക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാ ഫോക്കസ്, ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൗസ് മൂവ് ചെയ്യുന്നത് എവിടെയാണ്. കാരണം കണ്ണിൻ്റെ ഒപ്പം കൈ പോകുമല്ലോ, അതെനിക്ക് ഇവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ എത്ര പ്രാവശ്യം എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം എൻ്റെ ഇമെയിൽ ഓപ്പൺ ചെയ്തു, എത്ര പ്രാവശ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും യു ആർ മൈ കോമ്പറ്റീറ്റർ ഓർ എ ഹോട്ട് കസ്റ്റമർ, ഹോട്ട് ലീഡ്. കാരണം അങ്ങനത്തെ പേജുകളാണല്ലോ അവർ നോക്കുക. സോ ഇങ്ങനെയുള്ള സിസ്റ്റംസ് നമുക്ക് ഇംപ്ലിമെൻറ്റ്, കാരണം ഇത് CRM കൂടി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവൻ്റെ കയ്യിൽ ഡാറ്റ ഉണ്ട്. ഏത് ആ കസ്റ്റമർ വന്ന് നോക്കുന്ന കാര്യങ്ങളൊക്കെ അവനറിയാം. അവൻ വിചാരിച്ചാൽ അടുത്ത മിനിറ്റിൽ അയാൾക്ക് മെസ്സേജ് അയക്കാം. ഈവൻ ഓട്ടോമേറ്റഡ് ആയിട്ട് മെസ്സേജ് നമുക്ക് അയക്കാം, ഹേയ് വെൽക്കം ബാക്ക് ടു യുവർ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് അവ പേടിച്ചു പോകും. ഹേയ് ഞാനിവിടെ വെബ്സൈറ്റ് തുറന്നപ്പോൾ തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു, വെൽക്കം ബാക്ക് ടു മൈ വെബ്സൈറ്റ്. ദീസ് ഗൈസ് ആർ ട്രാക്കിംഗ് മീ. യെസ്, വി ആർ ട്രാക്കിംഗ് യു.
വി ക്യാൻ, ദാറ്റ്സ് വൈ വി ഡു. അല്ല, അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഒരു വ്യക്തിയാണ് തുടങ്ങുന്നതെങ്കിലും അവർക്ക് ഒരു ഓണർ ശരിക്കും ഈസ് വെരി സീരിയസ് ആണെങ്കിൽ അദ്ദേഹത്തിന് ടീമിൻ്റെ സൈസിൽ കൂട്ടുന്നതിലല്ല കച്ചവടം കൂട്ടുന്നത്. ഈ പറഞ്ഞ മെക്കാനിസം, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ he can do all the things. Like ഒരു വലിയ സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി കണക്കുകൾ കൃത്യമായിട്ട് വെക്കണം. മാർക്കറ്റിംഗിൽ ഇപ്പോൾ എവറി ഡേ 100 ലീഡ് വരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ലീഡ് കോസ്റ്റ് അപ്രോക്സിമേറ്റ് 100 rupees ആണെന്നുണ്ടെങ്കിൽ അവന് 10,000 രൂപ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ 100 ലീഡ് വരില്ല. ആ 100 ലീഡ് വരില്ലെങ്കിൽ 10 ക്ലോസിംഗ് ഉണ്ടാവില്ല. 10 ക്ലോസിംഗ് ഉണ്ടാവില്ലെങ്കിൽ അവന് 2 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം റവന്യൂ ഉണ്ടാവില്ല. എന്നിട്ട് സെയിൽസ് ടീമിന്റെ പിന്നാലെ പോയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അതിൽ വേറൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അറിയും, ഇതൊരു വലിയ പ്രശ്നം എന്താ പറയുക, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അറിയും, നിങ്ങളൊരു എമൗണ്ട്, ഒരു അഡ്വാൻസ് എമൗണ്ട് മാറ്റി വയ്ക്കുക, ഇതിൽ മാർക്കറ്റിംഗ് തുടങ്ങുക. അഡ്മിഷൻ ആവുന്ന ഒരു എമൗണ്ടിൻ്റെ, ഉദാഹരണമായിട്ട് 1 ലക്ഷം രൂപയുടെ കോഴ്സാണെന്ന് വയ്ക്കുക, 10,000 രൂപ 10% മാർക്കറ്റിങ്ങിന് മാറ്റി വയ്ക്കണമല്ലോ നിർബന്ധമായിട്ടും. ആ 10% നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഇൻവെസ്റ്റ് ബാക്ക്. യെസ്. ആ 10,000 നിങ്ങൾ തിരിച്ചിടും. അപ്പോൾ 10 അഡ്മിഷൻ ആയാൽ യു വിൽ ബി ഇൻവെസ്റ്റിംഗ് 1 lakh. ഈ 1 lakh ഇട്ട് ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആളുകൾ പേടിക്കുന്നത്, ഒരു കോമൺ ബിസിനസ് മാൻ്റെ വ്യൂവിൽ പറയുന്നത്, ഐ ഹാവ് ടു പേ യു അഡ്വാൻസ്. എനിക്ക് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ആദ്യമായിട്ട്, അത് പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ അത് ചൂഷണം ചെയ്യുന്നുണ്ട്. അവൻ്റെ പൈസ ആദ്യം മേടിച്ചു വയ്ക്കും, അല്ലെങ്കിൽ അവന് ഇത്ര പൈസ വേണം. ഫേസ്ബുക്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് 30,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഒരു മാസം 30,000 മേടിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്താണെന്നറിയോ, 1 പണി അറിയുന്നവനായിരിക്കണം. 2 പണി അറിയുന്നവനാണെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻ നല്ലതായിരിക്കണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ മാതിരി അവൻ എൻ്റെ തലയിൽ ഡൗൺ പോകും. പിന്നെ എൻ്റെ പണിയാണ് അവൻ്റെ ബിസിനസ് ഫുൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നടക്കില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നാലും ഞാൻ എടുക്കില്ല. ഞാൻ ആദ്യം പറയും, ദ CEO ഹാസ് ടു ഗോ 3 months കൺസൾട്ടേഷൻ. 3 മാസം പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം, പേഴ്സണൽ മെൻറ്റർഷിപ്പ് എടുത്തതിന് ശേഷം ആ CEOൻ്റെ മൈൻഡ് സെറ്റ് മാറി റെഡി ആകുമ്പോൾ മാത്രമേ എൻ്റെ ഒരു ഓട്ടോമേഷൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് വരും അറിയോ, ഓട്ടോമേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ പുതിയ ഐഡിയ ആയിട്ട് വരും. അതെ, അപ്പോൾ ഓട്ടോമേഷൻ വീണ്ടും പൊളിക്കേണ്ടി വരും. ആ പരിപാടി സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയാണ് അവരുടെ സിസ്റ്റം പോകുന്നത്, പ്രോസസ്സ് പോകുന്നത് എന്നത്. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ പറയണ, എനിക്ക് പറയാനുള്ള അവസാനത്തെ വേർഡ് ഞാൻ ഏതൊരു ഇതിലും പറയുന്നതാണ്, ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടൊരു സെയിൽസ് പ്രോസസ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ സെയിൽസ് പ്രോസസ്സ് ഇല്ലാത്തതാണ് അവരുടെ ബേസിക് പ്രശ്നം. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. 1, അവനവൻ്റെ ടീമിനെ അത് പഠിപ്പിക്കാം. 2, ഡിജിറ്റൽ ടീമിനെ പഠിപ്പിക്കാം. ഡിജിറ്റൽ ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യും. ഇനിയിൽ വേറൊരു രസകരമായ കാര്യം, ഞാൻ നേരിടുന്ന ചലഞ്ചുകൾ കേട്ടോ പറയുന്നത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒരു ടീം എടുക്കുന്നു. അവരെടുക്കുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഏജ് ഗ്രൂപ്പ് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ. എഡ്യൂക്കേഷൻ എടുക്കുന്ന ആരാണ്? 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ മാക്സ്. അതിൽ 58 വയസ്സ് എന്താ? അപ്പോൾ അവർ പറയുന്ന ന്യായ പാരൻസ് ഉണ്ടാവും. ഞാൻ ചോദിച്ചോട്ടെ, 22 വയസ്സുകാരൻ്റെ പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു 40-45 വയസ്സുകാരനായിരിക്കാം. അപ്പോൾ അവൻ്റെ 40 വയസ്സിന് മുകളിൽ വെച്ചൂടെ? ഈ 20 തൊട്ടിട്ട് 25 തൊട്ട് 30-40 വയസ്സ് വരേണ്ട ആൾ ആവശ്യമില്ല. പക്ഷേ അനാവശ്യമായിട്ട് ഇവർ വന്ന് കണ്ടിട്ട് പോകും. ലീഡ് കോസ്റ്റ് കൂടുതലല്ലേ ചെയ്യാം. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും കൂടി ബിസിനസ് ഓണർക്ക് ഇത് വേണം. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ, താങ്കളുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാകുന്ന സമയത്ത് അവന് കിട്ടുന്നൊരു ഏറ്റവും വലിയ ഗുണം എന്താ? ഇത് എൻ്റെ കൺട്രോളിലാണ്. മറ്റേത് ഡിജിറ്റൽ മാർക്കറ്റ് എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ആ ടീമിൻ്റെ കൺട്രോളിലാണ്. അവനവൻ്റെ കൺട്രോളിലാകുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എൻ്റെ കസ്റ്റമർ ആരാണ്. അതല്ലാതെ താൻ വേറെ ഒരാളടുത്തും ചെയ്യേണ്ടെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞു. ഡിജിറ്റൽ ടീമിനെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞു, ടീമിനെ കിട്ടിക്കഴിഞ്ഞു. ഒരു ഡാറ്റ വന്നു, 50 വയസ്സുള്ള ഒരാൾ വിളിക്കുന്നു, ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നു, സാർ എനിക്ക് കോഴ്സ് വേണം. കോഴ്സ് ചെയ്യാം. പിന്നെ അവരെ പിന്നാലെ പോവുക. ഇതിന് യെസ് അടിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പിന്നെ വീണ്ടും കൊടുക്കുന്ന അടുത്ത 50 വയസ്സുകാരനെ. ശരിയല്ലേ? അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും. എന്തായാലും ശ്രീജിത്ത് സർ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. നമ്മളെക്കാളും ഉപരി ഇത് കാണുന്നവർക്കായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കുക. എന്തായാലും ഇത് അവസാനിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് ഇനിയും ചർച്ചകൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഗ്രോത്ത് ടോക്സിൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്നതിന് നന്ദി. താങ്ക് യു. ഇനി അടുത്തൊരു സെഷനുമായിട്ട് ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ
സൊല്യൂഷൻസ് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എഡ്യൂക്കേഷൻ സ്ഥാപനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ എൻ്റെയും ശ്രീത് സാറിൻ്റെയും നമ്പർ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ഡയറക്റ്റ്ലി റീച്ചസ്. അതുകൂടാതെ ജോയിൻ ദി ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി. അവിടെ നമ്മൾ ഒരുപാട് ഡിജിറ്റൽ സൊല്യൂഷൻസും ട്രെയിനിങ്സും കോഴ്സസും സിസ്റ്റംസും എല്ലാം നൽകുന്നുണ്ട്. ഇറ്റ്സ് ഓൾ ടു ഗ്രോ യുവർ ബിസിനസ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് us. See you in the next session. Bye.